എല്ലാവർക്കും നമസ്കാരം. പോസിറ്റീവ് കമ്മ്യൂണിലെ കുറേ പേരെ എനിക്കറിയാം. ഇന്നെനിക്ക് വളരെ വ്യക്തിപരമായി വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. എനിക്ക് മാത്രമല്ല, കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ തരത്തിലുമുള്ള വിഭാഗീയതയ്ക്കുമപ്പുറം നമ്മൾ നേരത്തെ സിനി ടീച്ചർ പറഞ്ഞതുപോലെ സ്നേഹമെന്നും സൗഹൃദമെന്നും ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ ജന്മദിനമാണ്. ഗുരു നിത്യചൈതന്യജിയുടെ അദ്ദേഹം ജനിച്ച ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷം ഞാൻ ആദ്യം പറയാം. ഒരുപക്ഷേ ഗുരുനിത്യ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ദർശനങ്ങൾക്കല്ല, വിശ്വാസങ്ങൾക്കല്ല, ബന്ധങ്ങൾക്കാണ്. പുസ്തകം എഴുതുന്നതിനേക്കാൾ, പ്രഭാഷണം നടത്തുന്നതിനേക്കാളൊക്കെ ഗുരു ഏറ്റവും ഗൗരവവും സന്തോഷവും അനുഭവിച്ചിട്ടുള്ളത്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അവസാനത്തെ 4 വർഷം ജീവിക്കുന്നതിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, കത്തുകൾ എഴുതുമ്പോഴും തന്നെ കാണാൻ വരുന്ന മനുഷ്യരോട് വർത്തമാനം പറയുമ്പോഴുമാണ്. കാരണം തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതിന് പ്രാധാന്യം കൊടുക്കുക, അതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ജീവിതത്തിൽ ഒരു ദർശനമായിട്ട് കൊണ്ടു നടന്നിരുന്നത്. അല്ലാതെ ബുദ്ധനെയോ നാരായണ ഗുരുവിനെയോ അദ്വൈതത്തെയോ ഒന്നുമല്ല, ശാസ്ത്രത്തെയല്ല, മതത്തെയല്ല, ദർശനങ്ങളെയല്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഗുരുനിത്യയുടെ ജീവിതത്തിൽ മുഴുവൻ അദ്ദേഹം പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു കാര്യം, തൊട്ട മുൻപിൽ വന്ന് നിൽക്കുന്ന സന്ദർഭത്തോട് കഴിയുന്നത്ര ഉത്തരവാദിത്തത്തോടെ ഇടപെടുക. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അത് മാത്രമേ ആൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാൻ ഗുരുവിനെ സഹായിച്ചിട്ടുള്ളതാണ് ഗുരുക്കന്മാരും ദർശനങ്ങളുമെല്ലാം. അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നത്, ഞാൻ ഏതൊരു ആശയത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എത്ര ഉദാത്തമായി ചിന്തിക്കുന്നു എന്നതിൽ യാതൊരു കാര്യവുമില്ല. ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൽ മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉദാത്തമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായി എന്നതുകൊണ്ട്, ഉദാത്തമായ ദർശനങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട്, നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവരായതുകൊണ്ട്, അല്ലെങ്കിൽ കലാസാഹിത്യ സംഗീതാദികളുടെ ലോകത്ത് വ്യവഹരിക്കുന്നു എന്നതുകൊണ്ടൊന്നും ഈ ലോകത്തൊരു മനുഷ്യനും നന്നായിട്ടില്ല. ഉദാത്തമായ ആശയങ്ങളൊന്നും നമ്മുടെ തലച്ചോറിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കില്ല. അത് കുറേ ഇൻഫർമേഷൻസ് ആയിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നേ ഉള്ളൂ. ഒരു സ്റ്റോർ റൂം മാത്രമാണ് അറിവ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് നമ്മൾ ദിവസവും അരിയും പയറും പരിപ്പും ഇറച്ചിയും മീനൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് മാത്രമാണ് നമ്മൾ ആർജിക്കുന്ന എല്ലാ അറിവും. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്നെടുത്ത് പാചകം ചെയ്യുന്നിടത്താണ് നല്ല മനുഷ്യനുണ്ടാവുന്നത്. പാചകം ചെയ്യാൻ എളുപ്പമല്ല. കാരണം നമുക്ക് പാചകം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ എളുപ്പമല്ല എന്ന് മനസ്സിലാവും. സ്റ്റോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കാര്യമായ ഇടപെടലുകൾ ആവശ്യമില്ല. ഒരുപക്ഷെ ഞാൻ ഗുരുനിത്യയുടെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ 2 ആയിട്ടാണ് കാണുക. ഒന്ന്, ഗുരുനിത്യയെ കാണുന്നതിന് മുൻപും ഗുരുനിത്യയെ കണ്ടതിന് ശേഷം. നമ്മൾ യേശുവിന് മുമ്പും യേശുവിന് ശേഷം എന്നൊക്കെ പറയുന്ന പോലെ, ഗുരുനിത്യയെ കാണുന്നതിന് മുൻപ് ഞാൻ അത്യാവശ്യം കൊള്ളാവുന്ന ആളായിരുന്നു എനിക്ക്. കാരണം എനിക്ക് ജാതിയില്ല, മതമില്ല, അത്യാവശ്യം വായനയൊക്കെ നടന്നിട്ടുണ്ട്. ബൈബിളും ഖുറാനും ഗീതയും ഉപനിഷത്തുകളും പാശ്ചാത്യവും പൗരസ്ഥമായിട്ടുള്ള കുറേയൊക്കെ ദാർശനികന്മാരും സാഹിത്യവും, അത്യാവശ്യം പാട്ടൊക്കെ കേൾക്കും. അപ്പോൾ അത്യാവശ്യം എൻ്റെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരെക്കാൾ നന്നായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് 100% വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം മതം ഉപേക്ഷിച്ചപ്പോൾ തന്നെ ഞാനൊരു പടി ഉയർന്നു എന്നാണ് ഞാൻ കരുതിയത്. പിന്നെ യുക്തിവാദത്തിലേക്ക് പോകുന്നു,
മിസ്റ്റിസിസത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ജിബ്രാനെ, ടാഗോറിനെ, അങ്ങനെയുള്ളവരെ, റൂമിയൊക്കെ വായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ജിത്തു കൃഷ്ണമൂർത്തിയെ മനസ്സിലാക്കുന്നു. ജിത്തു കൃഷ്ണമൂർത്തിയുടെ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ആഴത്തിലുള്ള ചിന്തകൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ഓരോരോ ദർശനങ്ങളും അറിയുമ്പോഴും കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ അടുത്ത് വരുന്ന മനുഷ്യരോട് അപ്പോഴൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ? ആരോടെങ്കിലും വെറുപ്പ് വരുന്നുണ്ടോ? ആരെയെങ്കിലും ഞാൻ അകറ്റി നിർത്തുന്നുണ്ടോ? ആരിൽ നിന്നെങ്കിലും ഞാൻ അകന്നു നിൽക്കുന്നുണ്ടോ? ഞാൻ അതത് കാലത്ത് വിശ്വസിക്കുന്നതിന്, മനസ്സിലാക്കിയതിന് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരോട് എനിക്ക് എന്ത് മനോഭാവമാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ ഞാനൊരു മതവിശ്വാസിയായിരിക്കുന്ന കാലത്ത് മതവിശ്വാസികളോടായിരുന്നു എനിക്ക് സ്നേഹം. ഞാൻ മതം വിട്ട സമയത്ത് മതത്തിൽ വിശ്വസിക്കാത്തവരോടാണ് എനിക്ക് സ്നേഹം. ഞാൻ യുക്തിവാദിയായിട്ടിരിക്കുമ്പോൾ യുക്തിവാദത്തോട് ചേർന്ന് നിൽക്കുന്നവരോടാണ് സ്നേഹം. ഞാൻ മിസ്റ്റിസിസത്തിൻ്റെ ലോകത്ത് പോകുമ്പോൾ മിസ്റ്റിസിസത്തോട് ചേർന്ന് നിൽക്കുന്നവരോടാണ് സ്നേഹം. അപ്പോൾ എന്നിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കടുത്ത യാഥാസ്ഥികനായ മതവിശ്വാസിയായിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് എങ്ങനെയൊക്കെയാണോ പ്രവർത്തിച്ചിരുന്നത് അത് തന്നെയാണ് ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഒന്നാണെന്നും എല്ലാ ദർശനങ്ങളും ഒന്നാണെന്നും എല്ലാവരെയും ഒരുപോലെ കാണണമെന്നും പറയുന്ന കാലത്തും എനിക്കിഷ്ടമില്ലാത്തവരുണ്ട്. ചിലരുടെ അടുത്തൊന്നും ഞാൻ പോവില്ല. വർഗീയത പറയുന്ന മനുഷ്യർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് നല്ല കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മതം പറയുന്നവരെ ഇഷ്ടമല്ല. മതാതീതമായി ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നവർ മാത്രമാണ് എനിക്ക് സുഹൃത്തുക്കളായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സുഹൃത്തുക്കളെ പോലെ കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫീൽ ചെയ്യണമല്ലോ നമുക്ക്. ഞാൻ എൻ്റെ ആദ്യകാലത്ത് വളരെ യാഥാസ്ഥികനായ ഒരു മതവിശ്വാസിയായിരുന്ന കാലത്ത് അതിനോട് ചേർന്ന് നിന്നവരോട് മാത്രം എനിക്ക് തോന്നിയിരുന്ന ഒരു ഫീലിംഗ്, അതാണ് പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഗുരുനിത്യയുടെ എത്തുന്നതിന് മുമ്പ് മതാതീതമായിട്ട് ചിന്തിക്കുന്ന ആളുകളോട് മാത്രമേ അപ്പോഴും എനിക്ക് പഴയതുപോലെയുള്ള ഒരു ഗ്രൂപ്പിനോടെ ഫീലുള്ളൂ. സർവരോടും ഫീലില്ല. ഗുരുനിത്യയുടെ അടുത്തെത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, മനുഷ്യന് സർവരോടും ഫീല് തോന്നാൻ എളുപ്പമല്ല എന്നാണ്. നമുക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരോട് മാത്രമേ നമുക്ക് ഡീപ്പായിട്ടുള്ളൊരു നാച്ചുറലായിട്ടുള്ളൊരു ഫീല് വരും. ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറയുന്നത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ജീവിക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുക എന്ന് പറയുന്നത് ഒരു എഫർട്ടോടുകൂടി നമ്മളെ ഉണർത്താൻ നടത്തുന്ന ഒരു പരിശ്രമമാണ്, നാച്ചുറലല്ല. നാച്ചുറലായിട്ട് നമ്മൾ എവിടെയൊക്കെയോ വളരെ നെഗറ്റീവാണ് എന്നതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ നമുക്ക് ആരുടെയും കൂടെ കൂടല്ല. കാരണം നെഗറ്റീവായിട്ട് നമ്മുടെ തലച്ചോറ് ഫങ്ഷൻ ചെയ്തോളൂ. തലച്ചോറിന് അത് നെഗറ്റീവല്ല. നമുക്കാർക്കും നെഗറ്റീവ് അല്ലാതിരുന്ന, വളരെ പോസിറ്റീവായി നമ്മൾ അനുഭവിച്ചിരുന്ന ഒന്നാണ് ഇപ്പം നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത്. നമ്മളൊരു ഗോത്രജീവിയായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് നമ്മളുടെ ഒരു ടെറിട്ടറിയിലേക്ക് ആരെങ്കിലും നടന്നു വരുന്നിങ്ങനെ കണ്ടാൽ ഉടനെ നമ്മളുടെ ഉള്ളിൽ ശത്രുത വരും. ആ ടെറിട്ടറിയിലേക്ക് അടുത്ത് ഇങ്ങോട്ടേക്ക് കടക്കുമ്പോഴേക്കും നമ്മൾ കല്ലെറിയുകയോ അമ്പെയ്യുകയോ ചെയ്തവരെ കൊന്നിരിക്കും. ആ കൊല്ലുന്നത് 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ബ്രെയിനാണ് നമുക്കുള്ളത്. കാരണം നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ടെറിട്ടറിയുള്ള ഒരിടമാണ്. നമുക്ക് അന്യരുണ്ട് എപ്പോഴും. കാരണം തലച്ചോറ് എപ്പോഴും ശ്രമിക്കുന്നത് എന്നെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ നിലനിൽപ്പിനെയും തുടർച്ചയെയും സുഗമമാക്കുന്ന തരത്തിലാണ് തലച്ചോറ് എപ്പോഴും ഫങ്ഷൻ ചെയ്യുക. അതതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്.
അപ്പോൾ അതിന് തൻ്റെ തൊട്ടടുത്തിരിക്കുന്നവരെല്ലാം ഏതൊക്കെയോ അർത്ഥത്തിൽ തൻ്റെ നിലനിൽപ്പിന് തടസ്സമായിരിക്കുന്നവരാണ് എന്ന തോന്നലാണ് എപ്പോഴും ഉണ്ടാവുക. അത് നമ്മൾ ശത്രു എന്ന് പറയുന്നത് എല്ലാവരും ബ്രെയിനിന് സൂക്ഷ്മമായ ശത്രുക്കളെ പോലെയാണ്. അത് നമുക്ക് മനസ്സിലാവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നമ്മുടെ ശത്രുവാണെന്ന് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ഇഷ്ടത്തിനെതിരെ അവരെന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ ബ്രെയിൻ റെസ്റ്റ്ലെസ് ആവും. ആ ആൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഒരിക്കലും ബ്രെയിൻ നാച്ചുറലായിട്ട് ചിന്തിക്കില്ല. പ്രത്യേകിച്ച് നമ്മളെക്കാൾ താഴെയാണെന്ന് നമുക്ക് തോന്നുന്നവർ, അത് ഭാര്യയാവാം, ഭർത്താവാം, മക്കളാവാം, പ്രായമായവരാവാം, ആരും ആവാം. നമ്മൾ ഇത്രയും നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അറിവുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മതാതീതമായിട്ടും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നവോത്ഥാനപരമായിട്ടൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ അഭിപ്രായം ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അങ്ങനെ വേണ്ട എന്ന് നമ്മുടെ വീട്ടിൽ നമ്മളെക്കാൾ കുറഞ്ഞവരായിരിക്കുന്നവരായിട്ട് നമുക്ക് തോന്നുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരും. എന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയൊക്കെ നോക്കി വളർത്തിയിട്ടും. അങ്ങനെയാണ്. ആ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ഒരിക്കലും നമ്മൾ നോക്കില്ല. അതായത് അത്ര ഹൈറാർക്കിക്കലായി ഫങ്ഷൻ ചെയ്യുന്ന ഒരു ബ്രെയിനിൻ്റെ ഉടമകളാണ് നമ്മൾ. ഇതിനെയാണ് നമ്മൾ പിന്നീട് കൾച്ചറലായി വളർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. എല്ലാ കാലത്തും നമ്മളിങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ പഴയ കാലം നല്ലതോ പുതിയ കാലം കെട്ടതോ, പഴയ കാലം കെട്ടതോ പുതിയ കാലം നല്ലതോ എന്നൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാലം ഇതാണെന്ന് പറയേണ്ടി വരും. ഇനി അഥവാ നമ്മൾ വസ്തുതകൾ നിരത്തി ചരിത്രത്തെ വസ്തുതാപരമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കൊള്ളാവുന്നൊരു കാലം ഇതാണെന്ന് പറയേണ്ടി വരും. എല്ലാ കെട്ടതും പഴയതുപോലെ ഇപ്പോഴും തുടരുമ്പോഴും ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുടെ കൂട്ടം ആദ്യമായിട്ടുണ്ടായത് ആധുനിക കാലത്താണ്. പണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളെ ഉണ്ടായിട്ടുള്ളൂ, കൂട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. കൂട്ടങ്ങളെല്ലാം വയലൻസിൻ്റെ കൂടെയായിരുന്നു. അതിൻ്റെ ലക്ഷണമാണ് നമ്മുടെ യുദ്ധങ്ങളാണ് നമ്മുടെ ചരിത്രം എന്നുള്ളത്. നമ്മൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് യുദ്ധങ്ങളുടെ ചരിത്രമാണ്. ഏറ്റവും യുദ്ധങ്ങൾ കുറഞ്ഞിരിക്കുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ചെറിയ യുദ്ധം പോലും നമുക്ക് വലിയ യുദ്ധമായിട്ട് തോന്നുന്നത് നമ്മൾ വളർന്നതുകൊണ്ടാണ്. നമ്മൾ കൂടുതൽ അപ്പുറത്തിരിക്കുന്നവരെ കൂടി ചേർത്ത് പിടിച്ച് ജീവിക്കേണ്ടതുണ്ട്. അപ്പുറത്തിരിക്കുന്നവരെ കൂടി ചേർത്ത് പിടിച്ചാലേ നമ്മളുടെ ജീവിതം കുറച്ചുകൂടി സുഗമമാവൂ എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ അതിർത്തികൾക്ക് പുറത്തുള്ള ആളെയും അതിർത്തികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സഖാക്കളാക്കാം, സുഹൃത്തുക്കളാക്കാം. ആ വാക്കെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതിർത്തികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, അതിർത്തികൾ ഇല്ലാതാക്കിയിട്ടല്ല നമ്മൾ ആരെയും സുഹൃത്തുക്കളാക്കിയിട്ടുള്ളത്. അതിർത്തികളില്ലാതെ ആവില്ല തലച്ചോറ്. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ വ്യത്യസ്തമായ വിശ്വാസങ്ങളുള്ളവർ ഇവിടെയുണ്ട്, വ്യത്യസ്തമായ ജീവിത ശൈലിയുള്ളവരുണ്ട്, വ്യത്യസ്തമായ സാമ്പത്തിക സ്ഥിതിയിൽ, ജാതിയിൽ, മതത്തിലൊക്കെ പെട്ടവരുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ ഈ സൗഹൃദത്തിൽ ഇരിക്കുമ്പോൾ ഇതൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള അതിരുകളൊന്നും ഇല്ലാതെ ആയിട്ടില്ല. അച്ഛൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ ക്രിസ്ത്യാനിയാണ്, അച്ഛനൊരു ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിക്കുന്നില്ലായിരിക്കാം. ഇവിടെ ഇരിക്കുന്ന ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോൾ, ഒരു ഹിന്ദു അമ്പലത്തിൽ പോകുമ്പോൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി, അതുപോലെ ഇന്ന ദേശത്തിൽ, ഇന്ന ഭാഷയിൽ, ഇന്ന ഗോത്രത്തിൽ, ഇന്ന ഇടത്ത് എന്നൊക്കെയുള്ള നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും കാലത്ത് ജീവിച്ചിട്ടുള്ള എല്ലാ ഐഡൻറ്റിറ്റികളും, എല്ലാ അതിരുകളും എന്നും അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാ അതിരുകളെയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ അതിരുകളെല്ലാം എനിക്ക് ജീവിതത്തേക്കാൾ മരണമാണ് തരുന്നത് എന്ന് എവിടെയോ വെച്ച് മനുഷ്യൻ തിരിച്ചറിഞ്ഞു. എവിടെയോ വെച്ച്
എൻ്റെ അതിർത്തിക്ക് വെളിയിലുള്ള അപ്പുറത്തുള്ള ഒരാളെയും കൂടി ഞാൻ ചേർത്ത് പിടിച്ചാലേ എൻ്റെ ജീവിതം കുറച്ചുകൂടി സമാധാനപൂർണ്ണമാകൂ എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും മാത്രമാണ് ശരി എന്ന് 100% ഉറച്ചു വിശ്വസിച്ചിരുന്ന നമ്മുടെ തലച്ചോറിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു. അതുമാത്രമല്ല, അപ്പുറത്തിരിക്കുന്നവർ പറയുന്നതും ശരിയുണ്ട്, അപ്പുറത്തിരിക്കുന്നവർ ചിന്തിക്കുന്നതിലും ശരിയുണ്ട്, അപ്പുറത്തിരിക്കുന്നവർ വിശ്വസിക്കുന്നതും ശരിയുണ്ട്. നമുക്ക് രണ്ടുപേരും കൂടി ഒന്ന് ചേർന്ന് നിന്നാൽ കുറച്ചുകൂടി സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്കുണ്ടാക്കിയെടുക്കാമെന്ന് തലച്ചോറിനെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒന്നാണ് സംസ്കാരം. അത് ഡെവലപ്പ് ചെയ്തപ്പോഴും ബ്രെയിൻ എപ്പോഴും സംശയത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ഏറ്റവും കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും എപ്പോഴും സംശയമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, മാറി നിൽക്കുന്നവരല്ല. രണ്ട് അതിർത്തികളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഒരു ദിവസം ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊന്നും വിചാരിക്കരുത് നമ്മളൊക്കെ ഒന്നായി പോയത്. നേരിയ സംശയത്തോടു കൂടി മാത്രമേ നമുക്കൊരാളുടെ കൂടെ ജീവിക്കാൻ പറ്റൂ. പരിപൂർണമായ പാരസ്പര്യം എന്ന് പറയുന്നത് കവിതയാണ്, ജീവിതമല്ല. നമ്മൾ കവിത കൊണ്ടും സങ്കല്പങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ഒക്കെയാണ് നാച്ചുറലായിട്ടുള്ള നമ്മുടെ അതിരുകളെ അതിജീവിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, എന്തിനാണ് അയാളെ എങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ചോരയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യരല്ലേ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുറച്ച് നാൾ ഇവിടെ ജീവിച്ച് മരിച്ചു പോകേണ്ടവരല്ലേ എന്നൊക്കെ നമ്മൾ നിരന്തരം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ അതിരുബോധം നമ്മളുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്പുറത്തുള്ളവരെ ശത്രുവായിട്ട് കാണുന്നത് കൊണ്ടാണ്, ശത്രുവിനെ പോലെ കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ടത് എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്ത് കളയാവുന്ന ഒന്നല്ല നമ്മളുടെ അതിരുബോധമെന്ന് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത് ഗുരുദത്തയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ, ഞാനിപ്പം ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തെ, എൻ്റെ അതുവരെയുള്ള എല്ലാ ജീവിത വീക്ഷണത്തെയും അടിമുടി മറിച്ചിടുകയും മനുഷ്യനെ ഒരു ആശയപരമായി മനസ്സിലാക്കുന്നതിൽ നിന്ന് മാറി വളരെ ജനറ്റിക്കലി ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു വെളിച്ചമായി മാറിയത് ഗുരുവിൻ്റെ കുറച്ച് വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ആത്മകഥ എഴുതിയ സമയത്ത് അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എനിക്കിപ്പോൾ 74 വയസ്സായി. ഈ 74ാമത്തെ വയസ്സിൽ എൻ്റെ ഗുരു നടരാജഗുരു ജീവിച്ചിരുന്നു എന്ന് കരുതുക. എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് എന്നേക്കാൾ സ്വാധീനം ചെലുത്തുന്ന ഒരാൾ വന്നാൽ ഈ 74ാമത്തെ വയസ്സിലും എനിക്ക് അയാളോട് അസൂയ തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണത്. അതിരുകൾ മാഞ്ഞു പോവില്ല, അസൂയ തോന്നും. ഞാൻ ഒരിക്കലും എൻ്റെ ഉള്ളിൽ ഉണർന്നു വന്ന അസൂയയെ പഴിക്കില്ല. പക്ഷേ ഗുരുവിൻ്റെ അടുത്ത് വന്ന ആ ഒരാൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രതികരണവും എന്നിൽ നിന്ന് വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. 2 വാക്കുകളാണ്. 1, അസൂയയെ ഞാൻ പഴിക്കില്ല. 2, അപ്പുറത്തിരിക്കുന്ന ആൾക്ക്, ഗുരുവിൻ്റെ അടുത്തേക്ക് വളരെ അടുപ്പത്തോടെ വന്ന ആ സുഹൃത്തിന് ഗുരുവുമായി പാരസ്പര്യപ്പെടാൻ തടസ്സമാകുന്ന രീതിയിൽ ഒരു പ്രതികരണവും എൻ്റെ ഭാഗത്തുനിന്ന് വരാതിരിക്കാനുള്ള ശ്രദ്ധ ഞാൻ പുലർത്തും. അത്രേ എന്നെ കൊണ്ട് പറ്റും. ഇത് പറയുന്നത് ആരാണ്? 74 വളരെ ചെറിയ പ്രായത്തിൽ നാട് വിട്ടുപോയി ലോകത്തിലുള്ള മുഴുവൻ ദർശനങ്ങളും പഠിച്ച് പല സിദ്ധന്മാരുടെയും ഗുരുക്കന്മാരുടെയും കൂടെ ജീവിച്ച് ലോകത്തിലുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലെല്ലാം പോയി ഏകലോകത്തെയും വിശ്വബോധത്തെയും മനസ്സമാധാനത്തെയും ഒരുമയെയും കുറിച്ച് പ്രഭാഷണം നടത്തി ലോകത്തിലുള്ള ആയിരക്കണക്കിന് മനുഷ്യർക്ക് സമാധാനം പകർന്നു കൊടുത്ത് വഴി കാട്ടിക്കൊടുത്ത് ഒരു ഗുരുവായി മാറിയ ഒരു വ്യക്തിയുടെ വാക്കാണ് ഇത്. സത്യസന്ധമായ വാക്കാണ് ഇത്. നമ്മളെ ആഹ്വാനം ചെയ്യലോ മോട്ടിവേറ്റ് ചെയ്യലോ അല്ല.
ഗുരുക്കന്മാരൊന്നും മോട്ടിവേറ്റ് ചെയ്യുകയല്ല ചെയ്യുക, റിയലൈസ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുക. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മോട്ടിവേറ്റഡ് ആകുമ്പോൾ നമ്മൾ പലതും കാണാതെ പോകും, പലതും കേൾക്കാതെ പോകും, പലതും അറിയാതെ പോകും. റിയലൈസ് ചെയ്യുക, പീസ്ഫുൾ ആവുക. ഇപ്പോൾ ഫാൻ നിന്നപ്പോൾ മോട്ടിവേഷൻ നിന്ന പോലെ ഒരു പ്രഷർ നിന്നു. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ ഫാൻ തിരിഞ്ഞിരുന്നത് പോലെയാണ്. ഒരു ഉണർവ് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ കാഴ്ച കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഫാൻ പെട്ടെന്ന് നിന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധാലുക്കളായി, നമ്മൾ കുറച്ചുകൂടി പീസ്ഫുള്ളായി, കുറച്ചും കൂടി നമ്മൾ വ്യക്തതയോടെ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. ആനന്ദവാനായിരിക്കുമ്പോൾ, മോട്ടിവേറ്റഡ് ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ മാത്രമേ കാണൂ. പീസ്ഫുൾ ആയിരിക്കുന്ന ഒരാൾക്ക് സർവവും കാണാൻ പറ്റും. ഇപ്പോൾ ഗുരു വളരെ ആഴത്തിൽ ശരീരശാസ്ത്രവും ജെനറ്റിക്സും മനഃശാസ്ത്രവും ആത്മശാസ്ത്രവും എല്ലാം ആഴത്തിൽ പഠിക്കുകയും സത്യസന്ധമായി ഗുരുവിനെ ആവിഷ്കരിക്കുകയും ചെയ്ത ഒരാളാണ്. നുണ പറഞ്ഞിട്ടില്ല. നുണ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ 23 പലതരം സാധനങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്നോടൊരാൾ ചോദിക്കണമെന്ന് കരുതുക, നിങ്ങൾക്ക് അസൂയുണ്ടോ? ഞാനില്ല എന്നേ പറയും. കാരണം എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട സ്പിരിച്വാലിറ്റി കൂടുതലും എന്നെ നുണ പറയാൻ പ്രേരിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മൾ സ്പിരിച്വലാകുമ്പോൾ, നമ്മൾ കുറേ യോഗ ചെയ്യുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ഫിലോസഫി പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നാവണം എന്നാണ്, എപ്പോഴും നല്ലവരായി തീരണം എന്നാണ് നമ്മൾ തെറ്റായി മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ നല്ലവരോ കെട്ടവരോ അല്ല എന്ന് മനസ്സിലാക്കുകയാണ് സ്പിരിച്വലായ ഒരാളിലുണ്ടാവേണ്ടത്. കാരണം കോൺഷ്യസ്നെസ്സിൽ ട്രാൻസ്ഫോർമേഷൻ ഇല്ല. നമുക്കൊന്നിനെയും അതിജീവിക്കാൻ പറ്റില്ല, ഹാർമോണിയസ് ആക്കാനേ പറ്റും. ഉള്ളതിന് ഇപ്പം ഇതിൻ്റെ ഈ മുറിയിൽ എന്തൊക്കെയുണ്ടോ, അപ്പോൾ അവിടെ കുറേ കസേരകൾ ഇങ്ങനെ കൂട്ടി വച്ചിട്ടുണ്ട്. ഈ കസേരയും ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചതായിരുന്നു കുറച്ച് മുൻപ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഇവിടെ ഇരിക്കുന്ന അവിടെ ഇവിടെയൊക്കെ മാറിയിരുന്നിരുന്ന കസേരകളെ എടുത്തിട്ട് കുറച്ച് കസേര ഇവിടെ ഇട്ടു, ഒരു ടീപ്പോയി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, ഇവിടെ ഇങ്ങനെ വെച്ചു, മൈക്ക് വെച്ചു, കുറച്ച് പേർക്ക് ഇരിക്കാൻ കസേര ഇട്ട് കുറച്ച് അവിടെ തന്നെ കൂട്ടി വെച്ചു. ഇവിടെ ഉള്ളതെല്ലാം എടുത്ത് ഒരു റീ അറേഞ്ച് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ട്രാൻസ്ഫോർമേഷനൊന്നും നടന്നിട്ടില്ല. ഉള്ളതിനെ വ്യവസ്ഥയോടുകൂടി ഓരോന്ന് ഇരിക്കേണ്ടിടത്ത് വെച്ചു എന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്രയേ നമുക്ക് നമ്മുടെ ബോധത്തിലും ചെയ്യാൻ പറ്റും. ഒന്നിനെയും എടുത്ത് കളയാൻ പറ്റില്ല, ഒന്നിനെയും ആഡ് ചെയ്യാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളതൊക്കെ അവിടെ ഉണ്ട്. പുതിയ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അത് പുറത്തുനിന്ന് ഇവിടെ നിന്നോ വന്നു ചേർന്നതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമുക്ക് നമ്മുടെ ബോധത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം ബിൽ ബ്രൈസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്ര സാഹിത്യകാരനുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കണം. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവരിത്തിങ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. കുഞ്ഞു പുസ്തകം അല്ല, കുറച്ച് വലിയ ബുക്കാണ്. അതൊരു മഹാപ്രപഞ്ചം എന്നോ മറ്റോ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് സയൻസും കൂടി ചേർത്ത് വെച്ച് പറയുന്നതാണ്. സയൻസ് എഴുതുന്ന ആളാണ്. ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഒരു ജീവൻ ഉണ്ടായത് മുതൽ രൂപപ്പെട്ടു വന്ന എല്ലാ ജീവരൂപങ്ങളുടെയും, മനുഷ്യനുണ്ടായത് മുതൽ മനുഷ്യൻ ഏതൊക്കെ സംസ്കാരത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടോ ആ സംസ്കാരങ്ങളുടെയും മുഴുവൻ ഇൻപ്രിൻസ് നമ്മുടെ സെല്ലുകളിലുണ്ട് എന്നാണ്. മുഴുവൻ. അതായത് നമ്മളിൽ ബുദ്ധനുണ്ട്, ജീസസ് ഉണ്ട്, മുഹമ്മദ് നബി ഉണ്ട്, റൂമി ഉണ്ട്, ഹിറ്റ്ലർ ഉണ്ട്, എല്ലാം ഉണ്ട്. ജീവനുണ്ടായത് മുതൽ രൂപപ്പെട്ടു വന്ന എല്ലാ ജീവരൂപങ്ങളുടെയും, മനുഷ്യനുണ്ടായത് മുതൽ രൂപപ്പെട്ടു വന്ന എല്ലാ സംസ്കാരങ്ങളുടെയും ചരിത്രം മുഴുവൻ നമ്മുടെ സെല്ലുകളിലുണ്ട്. ഓരോ സന്ദർഭം വരുമ്പോൾ ഓരോന്ന് ആക്റ്റീവാകും. ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരിലും ബുദ്ധൻ ഉണർന്ന 3-4 ദിവസം ഉണ്ടായിരുന്നു. ഫ്ലഡ് വന്നപ്പോൾ എല്ലാവരും ബുദ്ധന്മാരായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത്, ഷൗക്കത്തെ, എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കടയിലുള്ളതും എൻ്റെ ബാങ്കിലുള്ളതും ഒക്കെ എടുത്ത് എല്ലാവർക്കും കൊടുത്തു.
ഒരു 100 രൂപ ചോദിച്ച് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ അയ്യോ കുറച്ച് ടൈറ്റാണല്ലോ എന്ന് മാത്രം പറഞ്ഞ് ജീവിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ കൊടുത്തപ്പോൾ കിട്ടിയ സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. പക്ഷെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഇനി ഞാനിത് വിടില്ല. ഞാൻ പറഞ്ഞു നീ വിടും, ഒരാഴ്ച കഴിഞ്ഞാൽ അത് പോവും. നല്ല പണിപ്പെട്ടാലേ ആ നന്മ നിലനിർത്താൻ പറ്റും. പക്ഷേ ആ ആളിലൊരു ബുദ്ധനുണ്ടെന്ന്, തന്നിലുള്ളത് മുഴുവൻ സർവർക്കും ഷെയർ ചെയ്യപ്പെടുന്ന ബോധാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബുദ്ധൻ. നമ്മൾ ബുദ്ധരല്ലാതിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ആർജിച്ച് സ്വന്തമാക്കി വെച്ചാലേ എനിക്ക് സ്വസ്ഥത കിട്ടൂ എന്ന അറിവുള്ളവരൊന്നും ബുദ്ധാവസ്ഥയിലല്ല. എപ്പോഴൊക്കെയാണ് നമ്മളിലുള്ളത് നമ്മുടെ ചുറ്റുള്ളവർക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് വെളിച്ചം ഉണ്ടാവുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് അനുഭവിക്കുന്നത്. അത് നമ്മുടെ അനുഭവമാണ്, അത് പ്രാക്ടീസ് ചെയ്യൊന്നും വേണ്ട. നമ്മളിലുള്ളത് എന്തും ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ സ്വസ്ഥത ഉണ്ടാവും. കാരണം ഷെയർ ചെയ്യുമ്പോൾ നമ്മളിലൊരു സ്പേസ് ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ആർജിച്ച് കൂട്ടുമ്പോൾ നമ്മുടെ സ്പേസൊക്കെ കുറഞ്ഞു വരികയാണ്. പക്ഷെ അത് നമ്മൾ ആർക്കെങ്കിലും പങ്കുവെക്കുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസാണ് പീസ്ഫുൾനെസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ജെനറ്റിക്കലി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കൂടുതൽ ആർജിച്ച് കൂട്ടിയാലേ പീസ്ഫുൾനെസ് ഉണ്ടാവുന്ന. അതിന് കൃത്യമായ കാരണമുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഫുഡ് ചെയിൻ്റെ ഇപ്പോൾ എവല്യൂഷൻ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫുഡ് ചെയിൻ്റെ ഒരു മിഡിലൊക്കെ ആയിരുന്ന കാലത്ത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ഒരാൾക്ക്. കാരണം നമ്മളെ കൊന്ന് ഭക്ഷണമാക്കുന്ന ജീവികൾ ഇഷ്ടം പോലെയുണ്ട്. വല്ലപ്പോഴും നമുക്ക് അന്നം കിട്ടുള്ളൂ, വല്ലപ്പോഴാണ് ഭക്ഷണം കിട്ടുക. അങ്ങനെ വല്ലപ്പോഴും ഭക്ഷണം കിട്ടുമ്പോൾ പരമാവധി നമ്മൾ കഴിക്കും. കാരണം സ്റ്റോർ ചെയ്യാനും പറ്റില്ലല്ലോ. അന്ന് നമുക്ക് ഫ്രിഡ്ജില്ല, ഒന്നുമില്ല, സ്റ്റോറേജ് സിസ്റ്റം ഇല്ല. ആകെയുള്ളൊരു സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത് ശരീരമാണ്. ശരീരത്തിൽ ഫാറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിശപ്പ് തീർന്നാലും വയറ് നിറയെ ഭക്ഷണം കഴിക്കും. അന്നത്തെ വാല്യൂ അതാണ്. ഭക്ഷണം വയറ് നിറച്ച് കഴിക്കണം. വിശപ്പ് മാറുവോളം കഴിക്കുക എന്നുള്ളതല്ല, വയറ് നിറച്ച് തൊണ്ട വരെ കഴിക്കുക. വിശപ്പ് മാറി ബാക്കി ഭക്ഷണം ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്തോളൂ. പിന്നെ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോഴും അതെടുത്ത് കഴിച്ച് നമ്മളെ ജീവിപ്പിക്കും. അതിനാണ് നമുക്ക് ആ സിസ്റ്റം ഉണ്ടായത്. ഇപ്പോഴും നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതും ഫാറ്റ് രൂപപ്പെടുന്നതും ഇപ്പോഴും നമ്മുടെ DNA വിശ്വാസം നമ്മൾ ഫുഡ് ചെയിൻ്റെ മിഡിൽ തന്നെ ജീവിക്കുന്നു എന്നാണ്. പട്ടിക്കും പൂച്ചയ്ക്കും ഫാറ്റ് ഇല്ലല്ലോ. അപ്പം നമ്മൾ വളർത്തുന്ന പട്ടിക്കും പൂച്ചയ്ക്കേ ഉള്ളൂ കോ എവല്യൂഷൻ എന്ന് പറയും. കാരണം നമ്മൾ തിരിച്ച് ഫാറ്റാക്കുകയാണ്. പട്ടി പൂച്ചയൊന്നും വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. അവരൊന്നും വയറ് നിറച്ചല്ല ഭക്ഷണം കഴിക്കുക, വിശപ്പ് തീരുന്നത് വരെ ഭക്ഷണം കഴിക്കുക. കാരണം അവരുടെ DNA അറിയാം ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ട്, ഇപ്പം ആവശ്യത്തിന് കഴിച്ചാൽ മതി, കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. എവിടെ നിന്നെങ്കിലും അവർക്ക് തെരുവിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. നമ്മുടെ DNA ആ വിശ്വാസമില്ല. അതുകൊണ്ട് നമ്മൾ ആർജിച്ചു കൂട്ടുക, പരമാവധി അകത്താക്കിയാൽ മാത്രമേ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റൂ എന്നത് നമ്മുടെ DNA വിശ്വാസം. അവിടെ ഇപ്പോൾ സ്വത്തുൽപാദനവും പണം സമ്പാദിക്കുന്നതും പ്രശസ്തിയും എല്ലാം ആർജിച്ചു കൂട്ടണം എന്ന് പറയുന്നത് നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് ആഗ്രഹങ്ങളുള്ളവരാവണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. അത് നാച്ചുറലായിട്ട് രൂപപ്പെട്ടു വന്നതാണ്. ഇനി ഇത് നമ്മളെ DNA നമ്മുടെ ബ്രെയിനിനൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെയല്ല. നമ്മളിപ്പോൾ 10,000-കണക്കിന് വർഷം മുൻപോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഞങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ വിശപ്പ് മാറിയാൽ ഉടനെ ഭക്ഷണം കഴിക്കൽ നിർത്താം. പക്ഷെ ഇപ്പോഴും നമ്മൾ വയറ് നിറച്ച ഭക്ഷണം കഴിക്കുക. നമ്മളിപ്പോഴും പറയുന്നത് വയറ് നിറച്ച് കഴിക്കണം എന്നാണ്. നമ്മൾ ഇത്രയൊക്കെ അറിവുള്ളവരായിട്ട് നമ്മളിപ്പോഴും പറയുന്നത് ഭക്ഷണം ബാക്കി വെക്കരുതെന്നാണ്. ഭക്ഷണം ബാക്കി വെക്കരുതെന്ന് ആരോടും പറയാൻ പാടില്ല. ആവശ്യത്തിന് എടുക്കാവൂ എന്നാണ് പറയേണ്ടത്. വിശപ്പ് മാറിയാൽ നമ്മുടെ പാത്രത്തിൽ ഭക്ഷണം കൂടുതലുണ്ടെങ്കിലും ഒരിക്കലും അത് വയറ്റിലാക്കരുത്. നമ്മൾ രോഗിയാവും. പുറത്തുകൊണ്ടുപോയി കളയണം. വല്ല പൂച്ചയ്ക്കോ നായക്കോ ഉറുമ്പിനോ ഒക്കെ കൊടുക്കാം. വയറ് നിറച്ചും ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ രോഗിയാക്കും. പണ്ട് രോഗിയാക്കില്ല.
കാരണം എത്ര വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് എത്ര ഫാറ്റ് ഉണ്ടായാലും നിരന്തരം ഓടണ ജീവിയാണ് നമ്മൾ. മറ്റ് ജീവികളെ ഭയന്നും അന്നം തേടിയും എപ്പോഴും നടക്കുകയും ഓടുകയും ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അതൊക്കെ ഫാറ്റൊക്കെ ആവിയായി പോകും. പക്ഷെ ഇന്ന് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം വിശപ്പ് മാറിയ ഉടൻ നിർത്തേണ്ടവരാണ്. പക്ഷേ ആ അറിവ് നമുക്ക് ഉണ്ടായിട്ടില്ല. ആർക്കുണ്ടായിട്ടില്ല? നമുക്കുണ്ടായിട്ടുണ്ട്, DNA-ക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മരിക്കുന്നത് വരെ കോൺഷ്യസ് ആയിട്ടിരുന്നാൽ മാത്രമേ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് തലച്ചോറിന് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞത് ട്രാൻസ്ഫോർമേഷൻ അസാധ്യമാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ട് ബോധത്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഇനി എന്തെങ്കിലും ആ DNA-യിൽ മാറ്റം വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ദേഷ്യം പിടിക്കുക എന്ന് പറയുന്നത് DNA-യുടെ ഒരു നാച്ചുറലായിട്ടുള്ള ക്വാളിറ്റിയാണ്. നമ്മളതിൻ്റെ ക്വാളിറ്റി എന്നാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ശത്രു നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ദേഷ്യം വന്നില്ലെങ്കിൽ ശത്രുവിനാൽ നമ്മൾ മരിക്കും, വധിക്കപ്പെടും. ദേഷ്യമാണ് നമ്മളെ അവെയറാക്കുന്നത്, അങ്ങോട്ട് പ്രതിരോധിക്കുന്നത്. ഇന്ന് നമുക്ക് പല സ്ഥലത്തും ദേഷ്യത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം വീട്ടിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ അഭിപ്രായത്തിനെതിരെ ഒരു കാര്യം പറയുമ്പോൾ DNA വിശ്വസിക്കുന്നത് എന്നെ കൊല്ലാൻ വരികയാണെന്നാണ്. ഇപ്പം മക്കളോട് നമ്മൾ പറയണം, നീ എണീറ്റ് പോയിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല, നീ എണീറ്റ് പോ എന്ന ശബ്ദം കേൾക്കുമ്പോൾ കുട്ടിയുടെ DNA വിചാരിക്കുന്നത് അമ്മയും അച്ഛനും എന്നെ കൊല്ലാൻ വരികയാണെന്നാണ്. DNA-യുടെ ഫങ്ഷനിങ്ങാണ് പറയുന്നത്. കുട്ടി പറയണത് എനിക്കിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാൻ പോവില്ല എന്ന് എതിരഭിപ്രായം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്നെ ആക്രമിക്കാൻ വേണ്ടി കുട്ടി വരികയാണെന്നാണ്. ഉടനെ ദേഷ്യം ഉണ്ടാവും. സട്ടിലായിട്ട് നമുക്കിതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഈ കൗമാരക്കാർ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫ്രണ്ട് വിളിച്ചു. അവൾ ഡിപ്രഷന് മരുന്ന് എടുത്തിട്ടാണ് വിളിക്കുന്നത്. തകർന്നു പോയി. അവൾ പറയുന്നത് എൻ്റെ അരക്കെട്ടിൽ നിന്ന് മാറിപ്പോകാതിരുന്ന മോനാണ്. എന്തിനു ഞാൻ വേണം, ചോറ് വാരി കൊടുക്കണം, എന്നെ ചുറ്റിപ്പറ്റിയല്ലാതെ അവന് ജീവിക്കില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് എന്തിനാണെന്ന് അറിയുന്നില്ല, ഒരു കാര്യമില്ലാതെ എന്നോട് ദേഷ്യം പിടിക്കുക, വെറുക്കുക, മോശമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുക, ഒരു ശത്രുവിനെ പോലെ പെരുമാറുക. ഞാൻ ആകെ തകർന്നു പോയി. അവസാനം എനിക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നു. ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കാരണം. ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ജെനറ്റിക്സും ജെനറ്റിക്സ് ശാസ്ത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഒരു സാമൂഹ്യ ശാസ്ത്രം പഠിക്കണം. നമ്മുടെ ജീനുകൾ എങ്ങനെയാണ് സാമൂഹികമായി മനുഷ്യരുമായിട്ട് ഇടപഴകുന്നതെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ടീനേജിലേക്ക് കിടക്കുന്ന കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് ഇത്രമാത്രം വെറുപ്പ് തോന്നുന്നത്, ഇത്രമാത്രം വിദ്വേഷം? ഞാൻ ഗുരുവിൻ്റെ ആ കോട്ട് തന്നെയാണ് പറയുന്നത്. ആ വെറുപ്പിനെ, ആ അസൂയയെ, ആ വെറുപ്പിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ആൺകുട്ടിയിൽ ബീജവും പെൺകുട്ടിയിൽ അണ്ഡവും രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഒരു ആൺകുട്ടിയിൽ ഒരു ബീജം രൂപപ്പെട്ടു വരുമ്പോൾ അതിനെ നമ്മൾ പ്രായപൂർത്തി എന്ന് വരിക. അത് രൂപപ്പെട്ടു വന്നാലുള്ള ആ ആൺകുട്ടിയുടെ അടുത്ത അന്വേഷണം എന്ന് പറയുന്നത് ബീജം രൂപപ്പെടുന്നത് വരെ അച്ഛനോടും അമ്മയോടും ചേർന്ന് നിൽക്കുക എന്നതാണ് ആ ജീനുകളുടെ ഫീൽ. കഴിയുന്നത്ര കാരണം അച്ഛനും അമ്മയോട് ചേർന്നാണ് ആ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മാറി നിൽക്കുന്നില്ല ശരീരം. പ്രസവിച്ച് കഴിയുന്നതോടെ അമ്മയിൽ നിന്ന് കുഞ്ഞ് വേർപ്പെടുന്നില്ല, ബോഡി മാത്രമേ വേർപ്പെടുന്നുള്ളൂ. ബോധം ഒട്ടി തന്നെയാണ് നിൽക്കുന്നത്. സത്യത്തിൽ ഗർഭപാത്രത്തിൽ തന്നെയാണ്. ഗർഭപാത്രത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ശരീരം വിടുതൽ നേടുന്നത് ടീനേജിലാണ്. അതുവരെ നമ്മുടെ ശരീരത്തിനോട് ചേർന്നാണ്. ബോഡി മാറിപ്പോയെങ്കിലും ബോധം അച്ഛൻ്റെ അമ്മയുടെയും ബോഡിയെ ചുറ്റിപ്പറ്റിയിട്ട് കേന്ദ്രം അവർക്ക് അച്ഛനും അമ്മയുമാണ്. അതിൽ പെൺകുട്ടിക്ക് കേന്ദ്രമായിട്ട് കൂടുതലിരിക്കുക അച്ഛനായിരിക്കും, ആൺകുട്ടിക്ക് കൂടുതലും കേന്ദ്രമായിട്ടിരിക്കുക അമ്മയായിരിക്കും. അപ്പം ഇതൊക്കെ ഇപ്പം തുടങ്ങിയതാണോ? പണ്ട് ഇതൊന്നുമില്ലല്ലോ. ഇതെന്താണ് ഇപ്പം ഇത്രയും വെറുപ്പ്? അതായത് ഏറ്റവും സ്വാതന്ത്ര്യം കൊടുക്കുന്ന കുടുംബങ്ങളിൽ മാത്രമേ ഈ പ്രശ്നം ഉണ്ടാവൂ.
ഒരാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യബോധം പുറത്തു വരണമെങ്കിൽ സ്വാതന്ത്ര്യമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവും. പണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് മനുഷ്യരോ വ്യക്തികളോ ആയിരുന്നില്ല. കുട്ടികൾ വ്യക്തികളാവാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഖലീൽ ജിബ്രാൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. സ്വതന്ത്രരായ രണ്ട് വ്യക്തികൾക്ക് അധിക ദൂരം ഒന്നിച്ച് നൃത്തം ചെയ്ത് സഞ്ചരിക്കാനാവില്ല. കാരണം എന്താ? കുറച്ച് നൃത്തം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ രണ്ടാൾക്ക് രണ്ട് അഭിപ്രായം ഉണ്ടായി വരും. സ്വതന്ത്രരായ വ്യക്തികൾക്കിടയിലാണ് വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുക. സ്വതന്ത്രമായ വ്യക്തികൾക്കിടയിലാണ് സംഘർഷങ്ങൾ കൂടുതലുണ്ടാവുക. ആധുനിക കാലം ഏറ്റവും സംഘർഷഭരിതമായി നമ്മൾ അനുഭവിക്കാൻ കാരണം നമ്മൾ അത്രയും സ്വാതന്ത്ര്യബോധമുള്ളവരും തെളിമയുള്ളവരുമായതുകൊണ്ടാണ്. പണ്ട് കുട്ടികൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അടി കിട്ടും. ഇന്ന് നമ്മളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ എതിർക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തിരിച്ച് അച്ഛനും അമ്മയും ഞങ്ങളെ ഉപദ്രവിക്കില്ല എന്ന വിശ്വാസമാണ്. മക്കൾ നമ്മളോട് വളരെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് നമ്മളിലുള്ള വിശ്വാസമാണ്. പണ്ട് നമ്മൾ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നതിന് കാരണം എപ്പടി കിട്ടുമെന്നറിയാതെ ഭയന്നിട്ടാണ്. ഈ വ്യത്യാസം നമ്മൾ വിചാരിക്കരുത് പണ്ടുള്ള ഇപ്പോഴത്തെ കുട്ടികൾ മോശമാണെന്ന്. നമ്മൾ അത്രയും നല്ലവരാണെന്നുള്ള വിശ്വാസമാണ് അവരെ കൊണ്ട്. ഭർത്താവ് ഇനി തന്നെ ചവിട്ടി നട്ടലിലൊടിക്കില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഭാര്യമാർ പുരുഷനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ. അല്ലാണ്ട് പണ്ട് ബന്ധം ഉഷാറായിരുന്നത് കൊണ്ടല്ല. പണ്ട് ചവിട്ടി നടുവൊടിക്കും സ്ത്രീ മിണ്ടിയാൽ. പുരുഷന് തിരിച്ച് ചോദ്യം ചെയ്യപ്പെട്ട് അല്പം പോലും ശീലമില്ലാത്തതുകൊണ്ട്, സ്ത്രീക്ക് അമ്മയ്ക്ക് മക്കളാൽ ചോദ്യം ചെയ്യപ്പെട്ട് ശീലമില്ലാത്തതുകൊണ്ട്, മക്കളാൽ ഒരു എതിർപ്പോ ചോദ്യമോ ഒരിക്കലും അനുഭവിച്ച് ശീലമില്ലാത്തത് കൊണ്ടാണ് അച്ഛനും അമ്മയും തകർന്നു പോകുന്നത്, തളർന്നു പോകുന്നത്, സങ്കടപ്പെട്ടു പോകുന്നത്. നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവർ മോശമായതുകൊണ്ടല്ല. അപ്പം ഇവിടെ നമ്മൾ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതാണ് നേരത്തെ പറയുന്നത്, ട്രാൻസെൻഡ് ചെയ്യല്ല നമ്മളൊക്കെ വേണ്ടത്, റിയലൈസ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഗുരുനിത്യ പറഞ്ഞ ഒരു ഉദാഹരണം, എനിക്ക് 74-ാമത്തെ വയസ്സിൽ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരാൾ വന്നാൽ എനിക്ക് അയാളോട് കടുത്ത അസൂയ തോന്നും എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഉണരുക ചെയ്യുന്നു. നമുക്ക് ഗുരുവിനോട് വെറുപ്പൊന്നും തോന്നിയില്ലല്ലോ. എന്താ വെറുപ്പ് തോന്നണ്ടേ? അയ്യേ എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഗുരു കാര്യങ്ങളെ വ്യക്തമാക്കിയിട്ടാണ് പറയുന്നത്. കാര്യങ്ങളെ നമുക്ക് കുറച്ചുകൂടി വെളിപ്പെടുത്തി തരികയാണ്. ഗുരു പറയുന്നു, എൻ്റെ അസൂയയെ ഞാൻ പഴിക്കില്ല, പക്ഷേ ആ പക്ഷേ കഴിഞ്ഞതാണ് നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ ആൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ അസൂയ പ്രതികരണമായി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ അസൂയയെ ഞാൻ പഴിക്കില്ല. എനിക്ക് തരിയില്ലാത്ത മുന്തിരിയാവണ്ട, കുരുവില്ലാത്ത മുന്തിരിയാവണ്ട, എനിക്ക് വിഷപ്പല്ലില്ലാത്ത പാമ്പാവണ്ട. പാമ്പിന് വിഷമൊന്നുമില്ല. അത് വിഷമെന്ന് നമ്മൾ പറയുന്നത് നമ്മളെ കൊത്തുമ്പോൾ നമ്മൾ മരിക്കുന്നുണ്ടാണ്. പാമ്പിനത് വിഷമല്ല. അസൂയ ഒരു വിഷമല്ല. പാമ്പിൻ്റെ വിഷം എടുത്തിട്ട് നമ്മൾ മരുന്നുണ്ടാക്കുന്നുണ്ടല്ലോ. വെറുപ്പ് ഒരു വിഷമല്ല. കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളൊന്നും നെഗറ്റീവല്ല. അപ്പുറത്തിരിക്കുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരണമായി വരുന്നത് വരെ അതൊന്നും നെഗറ്റീവല്ല. അത് ബോധത്തിൻ്റെ സഹജാവസ്ഥയാണ്, നാച്ചുറൽ ഫങ്ഷനിങ് ആണ്. അതുകൊണ്ട് ഗുരുവിന് അസൂയ വന്നു. ഗുരു അസൂയ വന്നപ്പോൾ മിണ്ടിയത് പഴയ DNA-യുടെ ഫങ്ഷനിങ് ആണ്. ജസ്റ്റ് കണ്ടു. പക്ഷെ ഞാൻ ഇത് പുറത്തേക്ക് തുപ്പുമ്പോൾ വിഷമായിട്ട് മാറും. അതുകൊണ്ട് ആ ആൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ കൗമാരക്കാരായ കുട്ടികൾ വളരെ മോശമായ രീതിയിൽ, വളരെ ഇറിറ്റേറ്റഡായി, ഫ്രസ്ട്രേറ്റഡായി നമ്മളോട് പ്രതികരിക്കുമ്പോൾ
നമ്മൾക്ക് ഈ ഒരു അറിവുണ്ടെന്ന് കരുതാം. അവരവരുടെ ഇണ തേടുന്നതിന് ഞങ്ങൾ തടസ്സമായി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിൽ നിന്ന് വരുന്ന സമരമാണ് അത് എന്നൊരു ഫീല് നമുക്ക് വരുമ്പോൾ സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ തിരിച്ചുള്ള പ്രതികരണങ്ങൾ നിർത്തും. ഞാൻ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയിട്ട്, ഇത്രയൊക്കെ നിന്നെ തീറ്റിപ്പോറ്റിയിട്ട് നീ എന്തൊരു മോശമായിട്ടാണ് എന്നോട് പെരുമാറുന്നതെന്ന് പറഞ്ഞ് നമ്മൾ തലയിണയിൽ മുഖമമർത്തി കരയുന്നത് നിർത്തും. സമയം കൊടുക്കും. ഒരു റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏതൊരു റിലേഷൻഷിപ്പിനെയും ഫ്രൂട്ട്ഫുൾ ആക്കാനുള്ള വഴി. നമ്മൾ റിലേറ്റ് ചെയ്യുന്നവരെ പോയി സ്നേഹിക്കലല്ല, മനസ്സിലാക്കലാണ്. നമ്മളെയും അവരെയും മനസ്സിലാക്കുക. എനി റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് നമ്മൾ നോക്കൂ, ഒരു അമ്മയ്ക്ക് കുഞ്ഞെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിലെ ഏറ്റവും ഒറിജിനലായിട്ടുള്ള ബന്ധം ഭാര്യ-ഭർത്തൃ ബന്ധമല്ല. ഭാര്യ-ഭർത്തൃ ബന്ധം ഒറിജിനലല്ല, എപ്പോൾ വേണമെങ്കിലും മാറ്റാം. സ്ത്രീ-പുരുഷ ബന്ധം നമുക്ക് എപ്പോഴും മാറ്റാവുന്നതാണ്, റീപ്ലേസ് ചെയ്യാം നമുക്ക്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം തൻ്റെ തന്നെ ശരീര ഭാഗമാണ് അപ്പുറത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പോലും വെറുപ്പും വിദ്വേഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇടയിൽ പോലും കോമ്പറ്റീഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യം പറയണം. എന്തുകൊണ്ടാണ് ആധുനിക കാലത്ത് ആ ഒരു കോമ്പറ്റീഷനും ആ ഒരു വെറുപ്പും ആ ഒരു വിദ്വേഷവും ഇത്രയും മാത്രം കൂടി വരുന്നത് എന്ന് ചോദിച്ചാൽ, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പണ്ട് മരിച്ചിരുന്ന ഒരു കാരണം ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട്. എന്തുകൊണ്ടാണെന്ന് ബ്രസ്റ്റിൽ മുഴ വന്നാൽ ഒരു ഡോക്ടറെയും കാണിക്കില്ല, മറച്ചു വയ്ക്കും. രണ്ടാമത് ഗുഹ്യരോഗങ്ങൾ വന്നിട്ട്, നമ്മളെ ഗുഹ്യഭാഗത്ത് എന്തെങ്കിലും മുഴയോ കളർ മാറ്റം ഉണ്ടായാലും ഒരു ഡോക്ടറെ അടുത്തും പോകില്ല. ഇപ്പം ക്യാൻസർ കൂടിയതല്ല, ഇപ്പോഴാണ് ക്യാൻസറാണെന്ന് നമ്മൾ അറിയാൻ തുടങ്ങിയത്, ചികിത്സിക്കാൻ തുടങ്ങിയത്, കണ്ടെത്താൻ തുടങ്ങിയത്. പണ്ട് നമ്മൾ മറച്ചു വയ്ക്കും. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പലരും പറയും, പണ്ടൊക്കെ ഇവിടെയുള്ള ആളുകൾ ജീവിച്ചിരുന്നത് സൈക്കോളജിസ്റ്റുകൾ ഉണ്ടായിട്ടാണോ, കൗൺസിലിംഗ് നടത്തിയിട്ടാണോ? ഇപ്പോൾ നോക്കൂ, എല്ലാ കവലയിലും സൈക്കോളജിസ്റ്റുകളാണ്, എല്ലായിടത്തും കൗൺസിലിംഗ് സെൻ്ററുകളാണ്. ഈ ഗുഹ്യരോഗം പോലെ തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിന് അസ്വസ്ഥത ഉണ്ടായി ഒരു ഡോക്ടറെ കാണിക്കുമെന്ന് പറഞ്ഞാൽ ആരും പോവില്ല. മനസ്സിൻ്റെ അസ്വസ്ഥതയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന പേര് ഭ്രാന്ത് എന്നാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഭ്രാന്തായോ, പിന്നെ ആരും മിണ്ടില്ല. ഇപ്പോൾ നല്ല പനിയാണ്, ഡോക്ടറെ അടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിരുത്തിയിട്ട് എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്, ആദ്യം ചൂടുവെള്ളം കുടിച്ചോ, എന്ത് മരുന്ന് തുടക്കത്തിൽ തന്നെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ സമാധാനത്തിൽ സംസാരിക്കും. നേരെ മറിച്ച് ഒരാൾ കുറച്ച് മുമ്പ്, ഇപ്പോൾ കുഴപ്പമില്ല, എന്താണെന്നറിയില്ല, മനസ്സിന് തീരെ സുഖമില്ല, ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് അയാളോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നീ ചോദിച്ചാൽ മാനക്കെടാവും, അവരെന്ത് വിചാരിക്കും? കാരണം മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നത്, മനസ്സിന് രോഗം വരുന്നത് മറച്ചു വെക്കേണ്ട ഒന്നായിട്ടാണ്. നമുക്ക് 1000 വർഷം മുമ്പല്ല, ഒരു 20 വർഷം മുമ്പ് വരെ തോന്നിയിരുന്നത്. കഴിഞ്ഞൊരു 10-20 വർഷമായിട്ടുള്ളൂ കേരളത്തിൽ. വിദേശത്തൊക്കെ എല്ലാവരും ഡോക്ടറെയും, അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് പറയും, നമ്മൾ പൗരസ്ത്യർ, നമ്മുടെ ഉദാത്തമായ ദർശനങ്ങൾ. നിങ്ങൾ പാശ്ചാത്യ ലോകത്തേക്ക് നോക്കൂ, അവിടെ എല്ലാ മനഃശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ഡോക്ടർമാരുടെ അടുത്ത്, മനസ്സിൻ്റെ രോഗവുമായിട്ട് ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നു. നമ്മളുടെ ഈസ്റ്റിലേക്ക് നോക്കൂ, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ എവിടെയെങ്കിലും സൈക്കോളജിസ്റ്റുകളുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് മാനവരോഗമാണെന്ന് അറിയില്ലായിരുന്നു. നമ്മുടെ മനസ്സിൻ്റെ സ്വാഭാവിക അവസ്ഥകളായിരുന്നു അതൊക്കെയാണെന്ന് കരുതി സഹിക്കുകയായിരുന്നു. സഹിക്കലിനെ ഒരു വാല്യൂ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒരാൾക്ക്, ഒരു വീട്ടിലെ കുടുംബനാഥൻ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ സഹിക്കലാണ് മൂല്യം. അയാൾക്ക് സഹിക്കൽ മൂല്യമല്ല, അയാളെ എല്ലാവരും സഹിക്കണം. അയാളൊരു കാര്യത്തിനും സഹിക്കില്ല. ഒരാൾ ജീവിക്കുകയും ബാക്കിയുള്ളവർ മുഴുവൻ അയാൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരായിരുന്നു വീട്. ഇപ്പം മാറി. ഇപ്പോൾ വീട്ടിൽ സംഘർഷം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കുടുംബ വ്യവസ്ഥ തകർന്നു എന്നല്ല നമ്മൾ മനസ്സിലാവേണ്ടത്, കുടുംബ വ്യവസ്ഥ കൂടുതൽ വിശാലമാവാൻ തുടങ്ങി എന്നാണ് മനസ്സിലാവേണ്ടത്. കാരണം
അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് കൂടി എനിക്കും കൂടി ജീവിക്കണമെന്ന് തോന്നി. മറ്റത് ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലെ വല്യപ്പയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരായിരുന്നു എന്നാണ് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ വിചാരിച്ചിരുന്നത്. ചെറിയ പ്രായത്തിൽ 10-15 പേരുണ്ട്. കാരണം വല്യപ്പാക്ക് മൂടുള്ള ദിവസം മാത്രമേ വീട്ടുകാർക്കൊക്കെ മൂടുണ്ടാവും. വല്യപ്പ ഹാപ്പി ആണെങ്കിൽ നമുക്കന്ന് കളിക്കാം. വല്യപ്പ അസ്വസ്ഥനാണെങ്കിൽ നമ്മൾ മെല്ലെ കളിച്ചോളണം. വല്യപ്പാനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതിനാണ് പണ്ടത്തെ കുടുംബ സമാധാനം. ഇതിനാണ് ശ്മശാന മൂകത എന്ന് പറയുക. പണ്ടത്തെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് ശ്മശാന മൂകതയുള്ള ഇടങ്ങളാണ്. ഒരാൾ മാത്രമാണ് ജീവിക്കുന്ന ആൾ. ഇന്ന് നമ്മുടെ വീട്ടിൽ ജനിച്ചു വീണ കുഞ്ഞടക്കം ജീവിക്കുന്ന കുടുംബമാണ് നമുക്കുള്ളത്. ഞാനെപ്പോഴും ഒരു ഉദാഹരണം പറയും. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാനുള്ളൊരു ഉദാഹരണം, ഒരു 10-20 വർഷം മുൻപ് നമ്മളൊരു സാമാന്യ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി വെച്ചാണ് ഈ സംസാരിക്കുന്നത്, ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് കരുതുക. അപ്പോൾ കുടുംബനാഥൻ മിക്കതും ആ മുമ്പിലത്തെ സീറ്റിലായിരിക്കും ഇരിക്കുക, പോയിട്ട് ബാക്കിയുള്ളവരൊക്കെ സൈഡ് സീറ്റിലായിരിക്കുക. ആളുടെ കയ്യിൽ മാത്രമായിരിക്കും സപ്ലയർ മെനു കൊണ്ടുവന്ന് കൊടുക്കുക. ഒറ്റ മെനു കൊണ്ടുവന്ന് തരും. അതെടുത്തിട്ട് ആൾ പറയും 12 പൊറോട്ട, 2 ബിരിയാണി, 4 ഫ്രൈഡ് റൈസ്, 8 ഗ്രീൻ പീസ് എന്നിട്ട് കൊടുക്കും. ബാക്കിയുള്ളവരൊക്കെ അയാളെ നോക്കിയിരിക്കും. കാരണം ഈ ആൾ പറയുന്നത് കിട്ടുന്നത് തന്നെ അത്ഭുതമാണ്. കാരണം നമുക്ക് അപൂർവമായൊരു അനുഭവമാണ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക കുടുംബമായിട്ട്. അപ്പോൾ എന്ത് കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ്. അവിടെ ആർക്കും പരാതിയില്ല, പരിഭവമില്ല. ഇന്നാണെങ്കിലോ, ഇന്ന് നമ്മൾ ഹോട്ടലിൽ പോയാൽ 3 വയസ്സായ കുട്ടിയുടെ കയ്യിലടക്കം മെനു ഉണ്ടാവും. ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. കുടുംബനാഥൻ എവിടെയെങ്കിലും ഒരു സീറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. ശ്രദ്ധിച്ചാലറിയാം, ഏതെങ്കിലും ഒരു സീറ്റിലിരിക്കുന്നുണ്ടാവും. എല്ലാവരും വട്ടത്തിലിരിക്കുന്നു, എല്ലാവരുടെ കയ്യിലും മെനു ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാവരും, ഒരാൾ ചോദിക്കും നമുക്കൊന്ന് കോമൺ ആയിട്ടൊരു കറി പറഞ്ഞാലോ, കോമൺ ആയിട്ടൊരു കറി പറഞ്ഞാലോ എന്ന് ചോദിച്ചിട്ടേ പറയും. എന്നിട്ടാണ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക. ഈ ഒരു കൾച്ചർ ഉണ്ടായിട്ട് ഒരു 20 കൊല്ലമായിട്ടില്ല നമ്മുടെ നാട്ടിൽ. അതായത് നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യരാവാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പോൾ പണ്ട് കാലത്ത് മഹാഭാരതത്തിലേക്കും അല്ലെങ്കിൽ ഖുറാനിലേക്കും ഗീതയിലേക്കൊക്കെ പോയിട്ട് വെറുതെ നമ്മൾ സമയം കളയണ്ട. അങ്ങനെ ഒന്നുമില്ല അവിടെ. അവിടെ ആണ് മാത്രമേ ഉള്ളൂ. അതിൽ ജാതിയിൽ കൂടിയവനേ ഉള്ളൂ, പണത്തിൽ കൂടിയവനേ ഉള്ളൂ. സമത്വം തേടി നമ്മളിനി ദയവ് ചെയ്ത് ഭൂതകാല ജീവിതത്തിലേക്ക് പോകരുത്. ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചിരിക്കുക. എൻ്റെ ഉമ്മ പുസ്തകം വായിക്കുന്ന ആളോ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആളോ ഒന്നുമല്ല. ഉമ്മ പഴയ കാലമാണോ പുതിയ കാലമാണോ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് പഴയ കാലം ആണുങ്ങൾക്ക് നല്ലതായിരിക്കും, ഞങ്ങൾക്ക് എന്തായാലും അല്ല. ഉമ്മ എന്നിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എൻ്റെ 40 വർഷമായിട്ടുള്ള എൻ്റെ സ്വപ്നമാണ് വീടിൻ്റെ ഉമ്മറത്ത് കാലുമ്മ കാലുകയറ്റി വെച്ചിരുന്നൊന്ന് പത്രം വായിക്കണം. ഉമ്മറത്ത് ഇരുന്നിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഉമ്മറത്ത് കസേരയിട്ട് ഇരുന്നിട്ടില്ലേ? എവിടെ ഇരിക്കാൻ? അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ട ഉമ്മറത്തിരിക്കാൻ. ഉമ്മറം അവർ കണ്ടിട്ടേ ഇല്ല. അങ്ങോട്ടേക്ക് വരിക എന്ന് പറയുന്നത് അവർക്ക് അസാധ്യമാണ്. അടുക്കള വിട്ടാൽ അവരുടെ മുറി. അവർ വിസിറ്റിംഗ് റൂമിൽ ഒന്ന് വന്നിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇരിക്കാൻ സാധ്യത ഇല്ല. ഞാൻ കണ്ടിട്ടില്ല. 40 കൊല്ലം എടുത്തു ഉമ്മറത്തൊന്ന് വന്ന് കസേരയിൽ ഇരുന്ന് പത്രം വായിക്കാൻ. എന്നിട്ട് നമ്മൾ പറയണം പണ്ട് ഇവിടെ ഗംഭീര കാലം ഉണ്ടായിരുന്നു, നമ്മൾ ആ പണ്ടത്തേക്ക് തിരിച്ചു പോകണം. ഏത് പണ്ട്? എവിടുത്തെ പണ്ട്? ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി. ഭർത്താവ് മരിച്ച പിന്നെ എന്തിനോടെ ഭാര്യ ജീവിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അവളൊരു വ്യക്തിയല്ല. സ്ത്രീ എന്ന് പറയുന്നത് പണ്ട് ഞാനും പറയും, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സച്ചിദാനന്ദൻ്റെയും ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കടമ്മനിട്ടയുടെ ഒക്കെ കവിത ആവേശത്തോടെ ചൊല്ലുകയും വിപ്ലവം പറയുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങൾ കൂട്ടുകാരുടെ മുമ്പിലൂടെ ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി നടന്നു പോയാൽ ഞങ്ങൾ കൂട്ടത്തിലിരിക്കുന്ന 80% പറയുന്നൊരു വാക്ക് നല്ല ചരക്ക് പോകുന്നു എന്നാണ്. ഇന്നത്തെ ഒരു കുട്ടിയും അത് പറയില്ല. ബട്ട് ആ പുതിയ കുട്ടികൾ ശരിയല്ല എന്ന് പറയുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് സ്ത്രീ ചരക്കല്ല, പറഞ്ഞാൽ വിവരം അറിയും. കൂട്ടുകാരെന്നെ അവന് അടി കൊടുക്കും. പെൺകുട്ടികളുണ്ടെങ്കിൽ അവന് കൂടുതൽ വിവരം അറിയും. സ്ത്രീകൾ വ്യക്തികളാവാൻ തുടങ്ങിയിട്ട് കേരള സമൂഹത്തിൽ ഞങ്ങൾ വ്യക്തികളാണ് എന്ന് നീണ്ടു നിവർന്നെന്ന് പറയാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലമായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ 100-50 ഒന്നും പറയാനില്ല. പായി വരുന്നേ ഉള്ളൂ, രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഈ ഒരു
ഈ ചേഞ്ചസ് ഒന്നും നമ്മുടെ DNA-ക്ക് അറിയില്ല. മുതിർന്നവരുടെ കുട്ടികൾക്ക് കുറച്ച് മാറ്റം, ഒരു എവല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്വാതന്ത്ര്യം ചെറിയ പ്രായം മുതൽ പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുത്ത് നമ്മളെ കുട്ടികളെ വളർത്തിയപ്പോൾ വീടുകളിൽ കുട്ടികളില്ലാതെയായി. കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണോ ഒരാൾ അയാളെ ഒരു വ്യക്തിയായി മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കുന്നത്, ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കുട്ടി. നമ്മളൊരു കുട്ടി വലുതായി എന്ന് പറയുന്നത് എപ്പോഴെന്ന് വെച്ചാൽ പ്രായം കൊണ്ടല്ല. മറ്റുള്ളവരൊക്കെ ഒരാളെ വ്യക്തിയായിട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ കുട്ടി ഇല്ലാതെയായി അയാൾ വ്യക്തിയായിട്ട് മാറുക. ഇപ്പോൾ ഒരു വീട്ടിലും ഒരു കുട്ടിയും ജനിക്കുന്നില്ല. പണ്ട് നിത്യ പറഞ്ഞ, വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. ഞാൻ ജനിച്ചത് വാഗയാറിലെ ആണ്. പത്തനംതിട്ടയിലെ കോന്നിയിലുള്ള വാഗയാർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇപ്പോൾ ഷൗക്കത്ത് ജനിച്ചത് ചാവക്കാട് പാലുവായിലാണ്. ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ലോകത്തിലാണ്. ചെറിയ വ്യത്യാസമല്ല. ഞാൻ ജനിച്ചു വീണ് എൻ്റെ ഒരു 10 വയസ്സ് വരെ എനിക്ക് പരിചയമുള്ള പ്രപഞ്ചം ഈ പാലുവായി ഗ്രാമം, ചാവക്കാട്, അത്യപൂർവമായി മാത്രം തൃശ്ശൂർ, അതിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും 2-3 പേരെ കണ്ടെങ്കിലായി. ഇതിനപ്പുറത്തൊരു ലോകമായിട്ട് എനിക്ക് ഒരു പരിചയമില്ല, ഒരു ബന്ധമല്ല. വളരെ ഗോത്രീയമായ, ഇടയ്ക്കിടയ്ക്ക് അമ്മാവന്മാർ വീട്ടിൽ വരുമ്പോൾ തലക്കൊരടി തരും, പോയിരുന്ന് പഠിക്കടാന്ന് പറയും. ഒരു പരാതിയില്ലാതെ പോയിരുന്ന് പഠിക്കും. ഒരിക്കലും തിരിച്ചിട്ട് എന്തിനാണ് എൻ്റെ തലക്കടിച്ചത്, ഞാൻ എപ്പോൾ പഠിക്കണമെന്ന് എനിക്കറിയാം, ഇപ്പോഴേക്ക് ഞാൻ കളിക്കേണ്ട സമയമല്ലേ എന്ന് ചോദിക്കേണ്ടതുണ്ടെന്നോ അങ്ങനത്തെ ഒരു ചോദ്യം പോലും എൻ്റെ ഉള്ളിൽ ഉണർന്നിട്ടില്ല. കാരണം ഈ ഒരു സിസ്റ്റത്തിൻ്റെ പുറത്തുള്ളൊരു ജീവിതം എനിക്ക് അനുഭവമില്ല. അവിടെ ഇതാണ് ശരി. എന്നേക്കാൾ പ്രായത്തിൽ കൂടിയ ആർക്കും വന്ന് മേടാവുന്ന ഒരാളാണ് ഞാൻ. അതിലെൻ്റെ വീട്ടുകാർക്കും സംശയമില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. അപ്പോൾ അവരാരെങ്കിലും വന്ന് മുറ്റത്ത് കളിക്കാൻ പിന്നെ തലക്കൊരടി അടിയടിച്ചിട്ട് പോയിരുന്ന് പഠിക്കണമെന്ന് പറയുമ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ ചിരിച്ചുകൊണ്ട് കൈകെട്ടി നിൽക്കുകയുള്ളൂ. ആ റൈറ്റ് മുതിർന്ന എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഈ വിഷയം, പുതിയ കാലത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഒരാൾ ചോദിച്ചു, താൻ എന്ത് വിഡ്ഢിത്തരാണ് ഈ പറയുന്നത്, താൻ പത്രമൊന്നും വായിക്കാറില്ലേ? ലോകത്ത് മുഴുവൻ, നമ്മുടെ ഇന്ത്യയിൽ ദിവസവും പത്രത്തിൽ റേപ്പ് കേസുകളാണ്, താനൊന്നും വായിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ടാണോ താൻ പഴയ കാലം കെട്ടത് പുതിയ കാലം നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റേപ്പ് കേസായത് ഇപ്പോഴാണ്. റേപ്പ് ഒരു പണ്ട് റൈറ്റായിരുന്നു. എങ്ങനെയാണോ ഏതമ്മാവനും ഏത് മുതിർന്നവനും എൻ്റെ തലക്കടിച്ച് പോകുമ്പോൾ, പോയിരുന്ന് പഠിക്കടാന്ന് പറഞ്ഞ് തലക്കൊരു മേട്ടം മേടി പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ആർക്കും അതൊരു തെറ്റാണെന്ന് തോന്നാതിരുന്നത്, അതുപോലെയാണ് ഏത് വീട്ടിലുള്ള പെൺകുട്ടികളെയും ആ വീട്ടിലെ മുതിർന്നവർക്കും അപ്പുറത്തെ അമ്മാവനും ആർക്കും ബലാത്സംഗം ചെയ്യാനുള്ള റൈറ്റ്. ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടി അമ്മയോട് ചെന്ന് പറഞ്ഞാൽ മിണ്ടണ്ട, സാരല്ല, ഇതൊക്കെ സാധാരണമാണെന്നാണ് എല്ലാ വീടുകളിലെയും കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത്. 2 മാസം മുമ്പ് സ്വന്തം അച്ഛനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഫസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി എന്നെ വിളിച്ചു. 2 മാസം മുമ്പത്തെ കഥ. എനിക്കിങ്ങനെ ഈ ഏറ്റവും പ്രിയപ്പെട്ടവരാൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ കൂടുതൽ എന്നെ വിളിക്കാറുണ്ട്. കാരണം ഞാൻ പുറത്ത് പറയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അമ്മയോട് ചെന്ന് പറഞ്ഞു. അമ്മ കുറേ കരഞ്ഞു. മോളിത് എവിടെയും പറയരുത്, നമ്മുടെ കുടുംബം, നിനക്കൊരു അനിയത്തിയുണ്ട്. ഈ നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബമാണ്. ഇത്രയും വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ള സമൂഹത്തിൽ ഒരു മകൾ അച്ഛനാൽ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ അമ്മ അനിയത്തിയെയും കുടുംബ മഹിമയെയും പേരിനെയും നോക്കിയിട്ട് ഇനി മിണ്ടരുത്, അച്ഛൻ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ആ ഒരു അനീതിയെ അവിടെ മൂടപ്പെടുകയാണ്. ഇങ്ങനെ ഇന്ന് പോലും നടക്കുമ്പോൾ ഇതെല്ലാം റൈറ്റായിരുന്നൊരു കാലമുണ്ട്. പണ്ട് അന്തഃപുരങ്ങളിൽ കൊട്ടാരങ്ങളിലെ അന്തഃപുരങ്ങളിൽ നാട്ടിലുള്ള കൊള്ളാവുന്ന എല്ലാ സ്ത്രീകളെയും കൊണ്ടുപോയി താമസിപ്പിക്കും രാജാവ്. ആ സ്ത്രീകളെ വേറെ ആരും തൊടാൻ പാടില്ല, ഒക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ്. സ്ത്രീ ഒരു വസ്തുവാണ്. എന്നിട്ട് രാജാവ് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ പോയി പ്രാപിക്കും. ശേഷകാലം അവിടെ ജീവിച്ച് മരിച്ചോളണം രാജപത്നിയായിട്ട്.
ഒരിക്കൽ പോലും രാജാവിൻ്റെ മുഖം പോലും കാണാത്ത എത്രയോ സുന്ദരികളായ സ്ത്രീകൾ അന്തഃപുരങ്ങളിൽ കഴിഞ്ഞിട്ട് നരകിച്ച് മരിച്ചിട്ടുണ്ട്. ഈ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു നമ്മുടെ. അവിടെ നിന്ന് നമ്മൾ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ ആ പഴയ കാലത്തുള്ള ഒരു സംസ്കാരവും നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് പോയിട്ടില്ല. കുട്ടിയോട് നമ്മൾ മാറിയിരിക്കട എന്ന് പറയുമ്പോൾ അവർക്കത് പരിചയമില്ല. നമ്മൾ തലക്ക് വല്ലപ്പോഴും ആ പഴയ നമ്മൾ ഉണർന്നു വന്ന് നമ്മൾ കുട്ടികളോട് പൊട്ടിത്തെറിക്കുമ്പോൾ കുട്ടികൾക്ക് ഷോക്കാവുകയാണ്. നമുക്കൊന്നും ഷോക്കായിട്ടില്ല. കാരണം നമുക്കത് സാധാരണമായിരുന്നു, സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇന്നത്തെ കുട്ടിക്കത് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് പാരൻറ്റിങ് ക്ലാസ് ആവശ്യമായി വരുന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നു. കുഞ്ഞു കാര്യങ്ങൾക്ക് അസ്വസ്ഥമാകുന്നത് കുഞ്ഞുങ്ങൾ പ്രശ്നക്കാരായതുകൊണ്ടാണെന്ന് മാത്രം അവർ കഴിവില്ലാത്തവരായതുകൊണ്ട് അവർ സെൻസിറ്റീവായി. കൂടുതൽ സെൻസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ രോഗമാവുക എന്നല്ല, കൂടുതൽ ഗുണമുള്ളവരാവുക എന്നർത്ഥം. ഇപ്പോൾ ഈ ഹാളിൽ നമ്മൾ എന്തഴുക്കിട്ടാലും നമ്മൾ അസ്വസ്ഥരാകും. നേരെ മറിച്ച് നമ്മുടെ ടൗൺ ഹാളിലോ എവിടെയെങ്കിലും ആകെ പൊടി പിടിച്ചിരിക്കുന്ന ഒരു ഹാളിൽ എവിടെ ഒരു പേപ്പർ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അപ്പോൾ ഇവിടെ ഒരു അഴുക്ക് കണ്ടാൽ നമ്മൾ അസ്വസ്ഥമാകുന്നത് ഈ ഹാളിൻ്റെ കുഴപ്പമാണ്. എന്താ കുഴപ്പം? ഇത് കൂടുതൽ ക്ലീനാണ്, അത് കുഴപ്പമാണ്. ഏറ്റവും ക്ലീനായിരിക്കുന്ന സ്ഥലത്താണ് അഴുക്ക് നമ്മൾ അസ്വസ്ഥപ്പെടുത്തുക. നമ്മൾ സെൻസിറ്റീവ് ആവും, നമ്മൾ തന്നെ ശ്രദ്ധിക്കും. ഒരു മിഠായിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കവറുണ്ടെങ്കിൽ നമ്മൾ ഇടില്ല, പോക്കറ്റിൽ ഇവിടെ ഇടാൻ പറ്റില്ല. പക്ഷേ ആകെ പൊടി പിടിച്ചെടുക്കുന്ന ഒരു ഹാളിലാണ് പരിപാടി, നമ്മൾ സൈഡിലേക്ക് ഇടും, ഒരു പ്രശ്നം തോന്നില്ല നമുക്ക്. ഇന്ന് ചെറിയ ഒരു വിമർശനം പോലും കുട്ടികൾക്ക് താങ്ങാൻ പറ്റാത്തതിന് ഒരു റീസൺ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടികൾക്ക് പഴയ പോലെ മനഃശക്തിയില്ല. എന്താണ് ഈ മനഃശക്തി? നാട്ടുകാരുടെ മുഴുവൻ തെറി കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് മനഃശക്തി. സഹിക്കലിനെയാണോ നമ്മൾ മനഃശക്തി എന്ന് പറയേണ്ടത്? സഹിക്കലൊരിക്കലും മനഃശക്തി. പ്രതികരിക്കുന്നത് ക്വാളിറ്റിയാണ്. കുട്ടികൾ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ, അവർ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മളുടെ പ്രതികരണങ്ങൾ അവരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ നല്ല വെളിച്ചുള്ള കുട്ടികളായി എന്നർത്ഥം. മാറേണ്ടത് നമ്മളാണ്. അഴുക്ക് കൊണ്ട് ഇടുന്നവരെ മാറണ്ടേ. പണ്ടൊക്കെ ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടും നമ്മൾ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് കൂളായിട്ടല്ല നമ്മൾ വന്നത്. നമ്മൾക്ക് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് അവർ നീണ്ടു നിവർന്ന് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. അനുസരിക്കൽ ഒരു വാല്യൂ അല്ല എന്ന് സ്ത്രീ തിരിച്ചറിഞ്ഞത് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുവരെ അനുസരണശീലമാണ് ശരി. ഇതാണ് നമ്മളും പറയുന്നത്, കുട്ടി അനുസരിക്കുന്നില്ല. കുട്ടിക്ക് നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യമല്ല, വ്യക്തി സ്വാതന്ത്ര്യം കൊടുത്തു. ജനിച്ചന്ന് മുതൽ കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിലൊരു വ്യക്തിയായി റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ പഴയ കുപ്പായം എടുത്തണിഞ്ഞിട്ടാണ് ആ തലക്കടിയിട്ടിരുന്ന കുട്ടിയാക്കിയിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവണില്ല അതെന്തിങ്ങനെയാണ്. ഞാൻ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള പുസ്തകം എഴുതാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മക്കളോട് സംസാരിച്ചിട്ടാണ് ഞാൻ പുസ്തകം എഴുതിയത്. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട് എന്നുള്ള പേരിൽ മാതൃഭൂമി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എല്ലാ കുട്ടികളും പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്, അച്ഛനമ്മമാരോട് നിലവിളിച്ച് സംസാരിക്കുന്നതൊന്ന് നിർത്താൻ പറയുന്ന. ആരോടാണ് ഈ പറയുന്നത്? ഞാനീ സംസാരിച്ച മാതാപിതാക്കളെല്ലാം അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ആളുകളാണ്. പക്ഷേ ചില സന്ദർഭം വരുമ്പോൾ ആ പഴയ ആളങ്ങ് പൊട്ടിത്തെറിച്ചു പോവുക. ആ പൊട്ടിത്തെറിക്കൽ തെറ്റല്ല, പൊട്ടിത്തെറി ഉള്ളിൽ വരൽ തെറ്റല്ല. കാരണം എന്താ, നമ്മുടെ ജീന് പഴയതാണ്. അതിപ്പോൾ ഗുരുനിത്യക്ക് വന്നല്ലോ, നമുക്കൊക്കെ വരും. പക്ഷെ പുറത്തേക്ക് പ്രകടിപ്പിക്കൽ ഇനി നമ്മൾ നിർത്തേണ്ടി വരും. കാരണം നമ്മുടെ മുൻപിലിരിക്കുന്നത് കുട്ടികളല്ല, വ്യക്തികളാണ്. അതെങ്ങനെയുള്ള വ്യക്തികളാണ്? നമുക്കൊപ്പത്തിനൊപ്പമുള്ള വ്യക്തികൾ. അങ്ങനെ നമ്മൾ വളർത്തിയ നമുക്ക് പറ്റിയ തെറ്റാണത്. നമ്മൾ ആദ്യം ചെയ്ത തെറ്റ് അവരെ നമ്മളെപ്പോലെ ഇൻഡിവിജ്വലായി വളർത്തി. ഞാൻ സിംഗിൾ ഇൻവെർട്ടഡിലാണ് തെറ്റ് പറയും.
അതുകൊണ്ട് ഇനി ആ പഴയ ശരി നമ്മൾ ചെയ്യരുത്. പഴയ ശരിയിൽ നമ്മൾ വളർത്തിയിരുന്നെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവർക്ക് 2 കൊടുത്തിട്ട് വളർത്തിയിരുന്നു എന്ന് കരുതും, ഒരു കുഴപ്പമില്ല. ഇന്ന് അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവില്ല. ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ ചോദിക്കുന്നതിനും പറയുന്നതിനൊക്കെ പിച്ചുകയും 2 കൊടുക്കുകയും അടിച്ചകത്താക്കുകയും വാതിലടക്കുകയും ഒക്കെ ചെയ്ത് വളർത്തി കൊണ്ടുവന്നു എന്ന് കരുതുക, ഒരു കുഴപ്പമുണ്ടാവില്ല. 2 കൊടുത്താൽ ഒരു ഡിപ്രഷനും ഇല്ലാതെ കൂളായിട്ട് അവർ ജീവിക്കും. അവർക്കൊരു നല്ല ക്ഷമയായിരിക്കും. എത്ര അടി കൊണ്ടാലും ഒന്നും പ്രതികരിക്കില്ല. കാരണം നമ്മൾ വരുമ്പോൾ അടിച്ച് കൊല്ലുന്നവർക്കറിയാം. അവർ വളരെ സൈലൻ്റായിട്ടിരിക്കും. നമ്മളൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്, പലരും, എല്ലാവരും അല്ല. പക്ഷേ പഴയ ശരിയിൽ നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ ചില അച്ഛനമ്മമാർ എന്നെ വിളിക്കും, അവർ പറയും എങ്ങനെ നോക്കി വളർത്തിയതാണ്. ഇപ്പോൾ വയസ്സാകപ്പോൾ ഒരൊറ്റ ആൾ കൂടെ ഇല്ല. ഒരാൾ അമേരിക്കയിൽ, ഒരാൾ ഇറ്റലിയിൽ, ഒരാൾ ഓസ്ട്രേലിയയിൽ. നമ്മളിനി വാർദ്ധക്യം എങ്ങനെ, നമ്മൾക്കൊരു വയ്യാണ്ടായാലൊന്നും വരണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്കൊരു തെറ്റ് പറ്റി. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്ത് നിന്ന് എവിടെയും പോകില്ലായിരുന്നു. നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കരുതായിരുന്നു. സാധാരണ സ്കൂളിൽ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. ഇവിടെയുള്ള എന്തെങ്കിലും ചെറിയ ജോലിക്ക് വിടുന്ന രീതിയിൽ നിങ്ങൾ എന്തിനാണ് ലോൺ എടുത്ത് പഠിപ്പിച്ചത്? നിങ്ങൾ ലോൺ എടുത്ത് ഒരുപാട് പഠിപ്പിച്ച് അവരെ വലുതാക്കി നാട്ടുകാരോട് മുഴുവൻ എൻ്റെ മോൾ അമേരിക്കയിലേക്ക് വിടണം, യൂറോപ്പിലേക്ക് വിടണം എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് വിട്ട തെറ്റ് നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ വിഷമിക്കേണ്ടി വരുന്നത്. നിങ്ങളൊരു ശരി ചെയ്താൽ മതിയായിരുന്നു. നമ്മുടെ ഒരു മക്കളും നമ്മളെ വിട്ടു പോകാത്ത രീതിയിൽ നമുക്ക് അവരെ വളർത്താൻ പറ്റും. നമ്മുടെ ആ ടാവട്ടത്തിൽ ജീവിപ്പിക്കുന്ന തരത്തിലുള്ള ചെറിയ വിദ്യാഭ്യാസം, 10ൽ 2 കൊല്ലം തോൽക്കുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കാതിരുന്നാൽ മതി. അവർ പഠിക്കില്ല. കുട്ടികൾ അടിസ്ഥാനപരമായിട്ട് അലസായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ വിട്ടുപോലെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം നമുക്ക് പറ്റിയ ഒരു തെറ്റാണ് അവരെ കൂടുതൽ തെറ്റുകാരാക്കി മാറ്റിയത്. ഇനിയിപ്പോൾ നമ്മൾ പഴയ ശരിയിൽ അവരോട് പെരുമാറാൻ പറ്റില്ല. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി. നമ്മളുടെ പഴയ ശരിക്കെതിരെയാണ് അവരെ വളർത്തിയത്. അതുകൊണ്ട് അവർ വികൃതി കാണിക്കുമ്പോൾ ഇനി പൊട്ടിത്തെറിക്കാൻ പറ്റില്ല. കാരണം കുറേ നാൾ അവരുടെ എല്ലാ വികൃതികളെയും തമാശയായി കണ്ട്, കളിയായി കണ്ട്, അതിനനുവദിച്ച് അവരെവിടെയും അഴുക്ക് പടഞ്ഞിരുമ്പോൾ നമ്മൾ തന്നെ പോയി തുടച്ച് അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഇടയ്ക്ക് കയറി പൊട്ടിത്തെറിക്കുമ്പോൾ അവർക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പൊട്ടിത്തെറി അവർക്ക് താങ്ങാൻ പറ്റാതിരിക്കുന്നത് അവരുടെ രോഗാവസ്ഥയായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. ആരോഗ്യമുള്ള മനസ്സാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാവുക. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ആരോഗ്യമുള്ള മനസ്സിലാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുക. ആർക്കാണ് കാരുണ്യം ഉണ്ടാവുക? യേശുക്രിസ്തു മഗ്ദലനയെ കണ്ടിട്ട് നിസ്സംഗമായിട്ട് നിന്നിരുന്നെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഒന്നും ഫീൽ ചെയ്യില്ലായിരുന്നു. മറ്റുള്ളവരെ ഒന്ന് കല്ലെറിയാൻ തീരുമാനിച്ചപ്പോൾ ഉള്ളു നൊന്തത് കൊണ്ടാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറയുന്നത്. ഉള്ളു നോവണം. വേദന എന്ന് പറയുന്നത്, അസ്വസ്ഥത എന്ന് പറയുന്നത് നമുക്കെപ്പോഴാണ് നമ്മളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക? നമ്മൾ വ്യക്തിത്വമുള്ളവരാകുമ്പോഴാണ്. നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുക. നമ്മളൊരു വ്യക്തിയിൽ നിന്ന് വ്യക്തിത്വമുള്ളവരായി വികസിക്കുമ്പോൾ എല്ലാ ചോദ്യവും നമ്മൾ അസ്വസ്ഥപ്പെടുത്തും, നമ്മൾ പ്രതികരിക്കും. അത് ചെയ്യേണ്ട എന്ന് പറയാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കും. ആ ചോദ്യം പുറത്തിരിക്കുന്ന ആൾക്ക് ശീലമില്ലാത്തത് കൊണ്ട് അയാളും അസ്വസ്ഥനാവും. ഇങ്ങനെ 2 ശരിയായ അസ്വസ്ഥതകൾ തമ്മിലുള്ള സംഘർഷമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും, മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കിടയിലും, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കിടയിലും ഇപ്പോൾ ഉള്ളത്. ഇതിനെ ശരിയായ അസ്വസ്ഥതയായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് നമ്മുടെ സൈക്കോളജിസ്റ്റുകൾക്ക് കഴിയണം. അല്ലാതെ ഒരു സൈക്കോളജിസ്റ്റും പണ്ടത്തെ മൂല്യം പറയരുത്. നമ്മൾക്കിവിടെ മൂല്യം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പാടില്ല. മൂല്യവത്തായ ഒരു ലോകമുണ്ടായി വരുമ്പോൾ എല്ലാ ബന്ധങ്ങളിലും അസ്വസ്ഥതകൾ കൂടി വരും എന്നറിയണം. പിന്നെ അവിടെ ഉപയോഗിക്കേണ്ടത് നയതന്ത്രജ്ഞതയാണ്. രാജ്യങ്ങൾ തമ്മിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വാക്കാണ്, അതിരുകൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതിരുകളില്ലാത്ത ലോകത്തെ സൃഷ്ടിക്കുന്നത് നയതന്ത്രജ്ഞതയിലൂടെയാണ്. രാജ്യങ്ങൾ തമ്മിൽ
രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, യുദ്ധങ്ങൾ കുറയാൻ കാരണം എന്താ? നയതന്ത്രജ്ഞ ബന്ധം ശക്തമാക്കി. നമ്മൾ സ്ഥിരം കേൾക്കുന്നില്ലേ? എന്ന് വെച്ചിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇല്ലാണ്ടായോ? അതിരിൽ കൃത്യമായിട്ട് പട്ടാളക്കാരുണ്ടല്ലോ. രാജ്യങ്ങൾക്ക് അതിരുകളിൽ കൃത്യമായ പട്ടാളക്കാർ എല്ലാ ആയുധങ്ങളോടും കൂടി എല്ലാ സന്നാഹങ്ങളോടും നിൽക്കുമ്പോഴും ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി അതിരില്ലാതാക്കുകയല്ല ചെയ്തത്, നയതന്ത്രജ്ഞ ബന്ധം ശക്തമാക്കുക ആണ് ചെയ്തത്. പലതരത്തിലുള്ള ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ, നിരന്തരമായ സഹകരണങ്ങളിലൂടെ പരസ്പരം മിണ്ടിയും പറഞ്ഞുമാണ് എത്രയോ മിണ്ടലുകൾ നടന്നിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലുണ്ടാവുന്നത്. എത്ര തരത്തിലാണ്? പരമാവധി യുദ്ധങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുകയാണ്. ഇതാണ് നമ്മൾ വ്യക്തികൾക്കിടയിൽ നടക്കേണ്ടത്. അല്ലാതെ ഒന്ന് പറഞ്ഞ് ഗുരുനിത്യ എപ്പോഴും പറയും, രണ്ട് വ്യക്തികൾ ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു 40 വർഷമെങ്കിലും ഒന്നിച്ച് ജീവിച്ചാൽ, കൊണ്ടും കൊടുത്തും വീണും അടികൂടിയൊക്കെ, എന്നാൽ നമുക്ക് പാരസ്പര്യത്തിലാവണമെന്ന് തീരുമാനിച്ച് കൊണ്ടും കൊടുത്തും ക്ഷമയോടെ ഒരു 40 വർഷം ജീവിക്കാൻ തയ്യാറായാൽ ഒരുവിധം കുഴപ്പമില്ലാത്തൊരു ഹാർമണി അവർക്കിടയിൽ ഉണ്ടാവും. കാരണം അത്രയും വിരുദ്ധ സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത സംസ്കാരത്തിൽ വളർന്നു വന്ന രണ്ടാളുകളാണ് ഒരു ദിവസം ഒന്നിച്ച് ജീവിക്കാൻ പോണത്. അതെന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രിയദർശൻ്റെ സിനിമ പോലെ ആവില്ല. പ്രിയദർശൻ്റെ സിനിമയിൽ അവസാനം എല്ലാവരും ശുഭം ചാടി, പക്ഷെ പിന്നുള്ള ജീവിതം നമ്മൾ കാണുന്നില്ലല്ലോ. അവർ ഒന്നാവുന്നത് വരെയുള്ളതേ കാണുന്നുള്ളൂ. ഒന്നായതിനു ശേഷം പിറ്റേന്ന് പോലെ അടി തുടങ്ങുന്നത് നമ്മൾ കാണുന്നില്ല. അടി കൂടാത്ത ബന്ധം ഒന്നും ആരോഗ്യപരമായ ബന്ധമല്ല. രണ്ട് വ്യക്തികൾക്കിടയിൽ നല്ല സംഘർഷം ഉണ്ടെങ്കിൽ അവിടെ ഒരു ആരോഗ്യപരമായൊരു ജീവിതത്തിന് സാധ്യതയുണ്ട്. പിന്നെ രണ്ട് വ്യക്തികൾക്കിടയിൽ സമാധാനമായിട്ട് ജീവിക്കുന്നത് ഒരാൾ അടിമയാവുമ്പോഴാണ്. ഒരാൾ അടിമയെപ്പോലെ ഇരുന്നാൽ നല്ല സമാധാനമല്ല അത്. ശബ്ദം പുറത്ത് കേൾക്കുന്നില്ല എന്നുള്ളൂ, അകത്ത് മുഴുവൻ കരച്ചിലും സംഘർഷമാണ്. പക്ഷെ നമ്മൾ വളരെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ അപ്പുറത്തിരിക്കുന്ന ആൾ പ്രതികരിക്കുമ്പോൾ ഉടനെ അയാളെ തള്ളിക്കളയുകയോ അയാളിൽ നിന്ന് മാറിപ്പോവുകയോ ചെയ്യാതെ പരസ്പരം ഇരുന്ന് സമാധാനത്തിൽ രണ്ടുപേരും, നാരായണഗുരു പറഞ്ഞ വാക്കാണ് ഞാനിപ്പോഴും ഓർക്കുക, വാദിക്കാനും ജയിക്കാനുമല്ലാതെ അറിയാനും അറിയിക്കാനും. അത് ആധുനികമായൊരു മൂല്യമാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ തുടർന്നു വന്നിരുന്നത്. അത് വ്യക്തികൾക്കിടയിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ആശയങ്ങളിലായാലും ദൈവത്തിൻ്റെ കാര്യത്തിലായാലും എവിടെയായാലും എൻ്റെ ശരിയെ സ്ഥാപിക്കാൻ വേണ്ടി വാദിക്കുകയും ജയിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ സിസ്റ്റം എപ്പോഴും പോയിരുന്നത്. വീട്ടിലും അങ്ങനെയാണ്. നമ്മൾ വീടിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ സംസാരിക്കാറ്. എൻ്റെ ശരിയെ സ്ഥാപിക്കാൻ വേണ്ടി നിരന്തരം വാദിക്കുകയും ജയിക്കുകയും അവസാനം കുടുംബം തോൽക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ കുടുംബചരിത്രം. കുടുംബത്തിലെ നാഥൻ ആരും വാദിക്കുകയാണ് എൻ്റെ ശരിയെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ട് ജയിച്ചിട്ടോ സമാധാനം ഉണ്ടായിട്ടുണ്ടോ? അവിടെയാണ് ഗുരു പറയും, മതങ്ങൾ തമ്മിൽ, ദർശനങ്ങൾ തമ്മിൽ എന്നും വാദിക്കലും ജയിക്കലുമാണ്. അത് കഴിഞ്ഞിട്ട് ഗുരു പറയാണ്, ഈ വാദിക്കലും ജയിക്കലും ജയിച്ച ആൾക്കും തോറ്റ ആൾക്കും ജീവിതം കൊടുത്തിട്ടില്ല. നമ്മളൊരു അച്ഛനും അമ്മയും മക്കളും ആവട്ടെ, ഭാര്യ ഭർത്താവും ആവട്ടെ, നമുക്കിടയിലൊരു തർക്കമുണ്ടായി. നമ്മുടെ തലച്ചോറ് ആദ്യം ഫങ്ഷൻ ചെയ്യുക എങ്ങനെയാണ്? എൻ്റെ ശരി സ്ഥാപിക്കാനാണ്. രണ്ടുപേരും രണ്ടാളുടെയും ശരി സ്ഥാപിക്കാൻ വേണ്ടി നിരന്തരം വാദത്തിലും തർക്കത്തിലും ഏർപ്പെട്ടിട്ട് എവിടെയെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് തിരിച്ചു ചിന്തിക്കാൻ ആർക്കും കഴിയുന്നില്ല. അറിയാനും അറിയിക്കാനും, അതാണ് ഗുരുവിൻ്റെ അടുത്ത പ്രയോഗം. ഒന്ന് അറിയുക, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ പ്രതികരിക്കുന്നത്, ഞാനും പ്രതികരിച്ചത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെ എന്തുകൊണ്ടായിരിക്കും? ഇതാണ് ചോദ്യം. ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു തലച്ചോറല്ല എന്നിൽ ഫങ്ഷൻ ചെയ്യുന്നത്. കുറച്ച് നേരമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഫങ്ഷൻ ചെയ്യും, തുടർച്ചയായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അതിന് ഞാൻ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. നമ്മൾ 40 വർഷം ദിവസവും രാവിലെ പല്ല് തേച്ചാലും
41-ാമത്തെ വർഷം ആദ്യത്തെ ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ വായ നാറും. 40 വർഷം നിരന്തരം പല്ല് തേച്ചതുകൊണ്ട് 41-ാമത്തെ വർഷം ആദ്യത്തെ ദിവസം പല്ല് തേക്കാതിരുന്നാലും 40 വർഷം തേച്ചതല്ലേ, ഇന്ന് തേച്ചില്ലെങ്കിലും വായ നാറില്ലെന്ന് നമ്മളാരും പറയാറില്ലല്ലോ. ദിവസവും കുളിക്കുകയും ദിവസവും പല്ല് തേക്കുകയും ചെയ്താൽ മാത്രമേ ശരീരവും വായി നാറാതിരിക്കൂ എന്ന് നമുക്ക് നന്നായി അറിയാം. ഇത് തന്നെയാണ് മനസ്സ്. 40 വർഷം നിരന്തരം കുളിച്ചാൽ വൃത്തിയുള്ള ഒരു ശരീരം നമ്മളിൽ സംഭവിക്കുന്ന ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. മനസ്സ് അങ്ങനെയാണ്. മനസ്സ് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ കടലിലെ തിരമാലകൾ ഇല്ലാതെയാക്കുക എന്ന് പറയുന്ന പോലെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ വൃത്തിയോടെ ഇരിക്കും. ശ്രദ്ധ തെറ്റിയാൽ വൃത്തികേടായിരിക്കും. അതാണ് മനസ്സിൻ്റെ ലക്ഷണം. ശ്രദ്ധ തെറ്റിയ സമയത്തൊക്കെ DNA നാച്ചുറലായിട്ട് ഫങ്ഷൻ ചെയ്യും. ശ്രദ്ധയോടെ ഇരുന്നാൽ നമുക്കും അപ്പുറത്തും ഇരിക്കുന്നവർക്ക് സമാധാനം തരുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മളിൽ നിന്ന് വരും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് റിലേഷൻഷിപ്പ് ഫ്രൂട്ട്ഫുൾ അല്ല, അത്ര എളുപ്പമല്ല. നല്ല അവരവരോട് നിരന്തരം സമരം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അപ്പുറത്തിരിക്കുന്ന ഒരാളായിട്ട് സഹകരിച്ച് പോകാൻ പറ്റൂ. ഞാൻ എന്നോട് സമരം ചെയ്താൽ, ഇപ്പം ഗുരുനിത്യ അദ്ദേഹത്തിൻ്റെ അസൂയയോട് സമരം ചെയ്തു. എന്താണ് സമരം? ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാളോട് അസൂയ തോന്നിയപ്പോൾ എന്നെപ്പോലെ തന്നെ അയാൾക്കും റൈറ്റുണ്ട് ആ ഗുരുവിൻ്റെ അടുത്ത് പാരസ്പര്യപ്പെടാൻ, അതുകൊണ്ട് നിത്യ നീ അടങ്ങ് എന്ന് സ്വയം പറഞ്ഞു. ഇതാണ് സമരം. സമയം കൊടുത്ത്. ഇതിനാണ് കൾച്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടതാണ്, തനിയെ ഉണ്ടായി വരില്ല. ക്ഷമ നമ്മൾ ഇത്രയും ഏറ്റവും ആധുനികമായ മൂല്യം. പണ്ട് ക്ഷമ ഒരു മൂല്യമല്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. ക്ഷമിക്കുന്നവർ വളരെ കുറവാണ്, സഹിക്കുന്നവരാണ് കൂടുതൽ. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സഹിക്കലല്ല ക്ഷമിക്കൽ. ക്ഷമിക്കൽ അറിയലാണ്. മക്കളോട് ക്ഷമിക്കുക അറിഞ്ഞ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൗമാരക്കാരായ കുട്ടികൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ മാതാപിതാക്കൾ മനസ്സിലാക്കുക, ഇത് അവൻ്റെ പ്രശ്നമല്ല, DNA പ്രശ്നമാണ്. ഒന്ന് സമയം നമ്മൾ പനി പിടിച്ച് കിടക്കുന്ന കുട്ടിയെ എങ്ങനെയൊക്കെ പ്രതികരിച്ചാലും എത്ര സ്നേഹത്തോടെ നമ്മൾ അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മളെ കൗമാരക്കാരായിട്ടുള്ളൊരു കുട്ടിക്കൊരു ടൈഫോയിഡ് ബാധിച്ചു എന്ന് കരുതുക. 14 ദിവസം ബെഡിൽ എടുക്കുന്നു. ആ കുട്ടി എത്രയൊക്കെ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട്. നമ്മളെ തെറി വിളിക്കാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, കഞ്ഞിയിൽ ഉപ്പില്ലാതെ തട്ടിക്കളയാറുണ്ട്. പക്ഷെ എത്ര സമാധാനത്തോടെ നമ്മൾ ആ കുഞ്ഞിനെ വീണ്ടും വീണ്ടും കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുക. വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് ടൈഫോയിഡ് വായിച്ചെടുക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ ശക്തമായ പനിയാണ് ടീനേജ്. അനിയന്ത്രിതമാണ് പനി. അറ്റ്ലീസ്റ്റ് അറിയാം ഞാനൊരു ടൈഫോയിഡ് ബാധിച്ച് കിടക്കുകയാണെന്നും ആൻറ്റിബയോട്ടിക്സ് എടുക്കുകയാണെന്നും എൻ്റെ ശരീരത്തിൽ അസ്വസ്ഥതയുണ്ടെന്നും ഇതുകൊണ്ടാണ് പ്രതികരിക്കുന്നതെന്നും കുട്ടിക്കും അറിയാം, അമ്മയ്ക്കും അച്ഛനും അറിയാം. ഇത് രണ്ടാൾക്കും അറിയില്ല. അത്ര ദയനീയമായ അവസ്ഥയാണ്. ഇപ്പം ഈ ലൈംഗിക വിദ്യാഭ്യാസം, ഒരു സ്ഥലത്ത് കുട്ടികൾക്കൊക്കെ ചെറിയ പ്രായം മുതൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറയാണ് അതിപ്പോൾ കൊടുക്കേണ്ട കാര്യം എന്നുള്ള കുട്ടികൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഇൻ്റർകോഴ്സ് നടത്തുന്നത് പഠിപ്പിക്കലാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്നാണ്. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മുടെ ഹോർമോൺ ചേഞ്ചസ്, പീരീഡ്സ് സമയത്ത് ഒരു സ്ത്രീക്ക് പീരീഡ്സിൻ്റെ മുൻപുള്ള ദിവസവും ആ ദിവസങ്ങളിലും അത് കഴിഞ്ഞാലുള്ള ദിവസങ്ങളിലും മനസ്സിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് അറിയണ എത്ര പുരുഷന്മാർ നമുക്കുണ്ട്. ഇതിനാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ ബീജോ അണ്ടോ രൂപപ്പെട്ട് വരുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛനമ്മമാരും കുട്ടികളും തിരിച്ചറിഞ്ഞാൽ, അപ്പോൾ അവരോട് ഞാനിത് പറയും. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഒരു ടീനേജ് കുട്ടി എന്നോട് ഇതുപോലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ, അത് ശരി മാമ, ഇതാണപ്പോൾ ഈ അമ്മയോട് ഇത്ര വെറുപ്പ് തോന്നാൻ കാരണമല്ലേ. അവരും റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇത്തരം വിദ്യാഭ്യാസം പ്രായമായി വരുമ്പോൾ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ
ഈ ഇണയെ തേടുന്ന ഒരു മനസ്സ് രൂപപ്പെടുമ്പോൾ ആൺകുട്ടിയിലും പെൺകുട്ടികളിലും ഉണ്ടാകുന്ന ചേഞ്ചസിനെ ആഴത്തിൽ മനസ്സിലാക്കുക എന്ന് പറയുന്ന വിദ്യാഭ്യാസം കൊടുക്കലാണ് ലൈംഗിക വിദ്യാഭ്യാസം. ലൈംഗികതയെ വളരെ തെറ്റായി ധരിച്ചതാണ് പ്രശ്നം. ആ വാക്ക് വളരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗുഹ്യരോഗം പോലെ, മനോരോഗം പോലെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ടേമായിട്ടാണ് ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ലൈംഗികത കിടക്കുന്നത്. എങ്ങനെയാണ് അമ്മ ഈ വയറ്റിൽ എന്താണ്, എങ്ങനെയാണ് അമ്മ പ്രസവിക്കുക, എന്താണ് പ്രസവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും അച്ഛനമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം എങ്ങനെ കുഞ്ഞുണ്ടാവുന്നത്. ഇത് അശ്ലീലമല്ല, ആ വാക്ക് തന്നെ തെറ്റായ വാക്കാണ്. അശ്ലീലം എന്നൊരു വാക്ക് പഴയ സാമൂഹികതയിൽ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ രൂപപ്പെട്ട ഒന്നാണ്. അങ്ങനെയില്ല. പിന്നെ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പഠിപ്പിക്കലാണെന്ന് ഇപ്പോഴും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും അത് പറയുമ്പോൾ എതിർക്കുന്നത്. ശരീരത്തിലും മനസ്സിലും പ്രായമായി വരുമ്പോൾ രൂപപ്പെട്ടു വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കലാണ്. കൗമാരക്കാരായ കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് വെറുപ്പുണ്ടാകുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ലൈംഗികത വിദ്യാഭ്യാസം ഉണ്ടാവണം. ആ ഹോർമോൺ ചേഞ്ചസിനെ കുറിച്ച് അറിയണം, കുട്ടികളും അറിയണം, അച്ഛനമ്മമാരറിയണം. നമ്മളൊക്കെ കുട്ടികളാണെന്നേ, നമുക്ക് ഒന്നും ആ അറിവുണ്ടായിട്ടില്ല. ആ രീതിയിലല്ല നമ്മുടെ വിദ്യാഭ്യാസം പോയിട്ടുള്ളത്. നമ്മളിങ്ങനെ നന്മ, സ്നേഹം എന്നിങ്ങനെ പറയുകയാണ്. ഹാർമണി എളുപ്പമല്ല എന്നാണ് ആദ്യം അറിയേണ്ടത്. മനുഷ്യൻ നല്ല മനുഷ്യനാവുക എന്ന് പറയുന്നത് നല്ല പാടാണ്. പ്രാർത്ഥിച്ചിട്ട് ഇന്നുവരെ നല്ല മനുഷ്യനുണ്ടായിട്ടില്ല, ധ്യാനിച്ചിട്ട് ഇന്നുവരെ നല്ല മനുഷ്യനുണ്ടായിട്ടില്ല, ദൈവത്തിൽ വിശ്വസിച്ചിട്ട് നല്ല മനുഷ്യനുണ്ടായിട്ടില്ല. നല്ല മനുഷ്യൻ ഉണ്ടായിട്ടുള്ളതൊക്കെ തൊട്ടപ്പുറത്തിരിക്കുന്നവരോട് മര്യാദക്ക് പെരുമാറിയിട്ടാണ്. മഗ്ദലനയോട് മര്യാദക്ക് പെരുമാറിയെടുത്താണ് യേശുവിലെ നല്ല മനുഷ്യനെ നമ്മൾ കാണുന്നത്. അതുവരെ അതായിരുന്നില്ല മര്യാദ. അതുവരെ മര്യാദ കട്ടവൻ്റെ കൈവിട്ടുക, വേശ്യയെ കല്ലെറിഞ്ഞു കൊല്ലുക, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കുക, പെൺകുട്ടിയായിട്ട് ജനിച്ചാൽ നേരെ ചൈനയിലൊക്കെ അങ്ങനെയായിരുന്നു. പെൺകുട്ടീനെ ജനിച്ച കുട്ടി പെൺകുട്ടിയാണെങ്കിൽ നേരെ എടുത്ത് മലമുകളിൽ കൊണ്ടുപോയി കളയും, എന്നിട്ട് കഴുകന്മാർ വന്ന് കൊത്തി തിന്നും. അതൊരു തെറ്റാണെന്ന് ഒരാൾക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ, അമ്മയ്ക്ക് മാത്രം. പക്ഷെ അമ്മ സഹിക്കും. അമ്മയ്ക്ക് ഈ വാല്യൂ ഇല്ലല്ലോ. കാരണം യൂണിവേഴ്സൽ വാല്യൂ ഫങ്ഷൻ ചെയ്യുന്ന ജീവി അമ്മയാണ്. അത് ഏത് ജീവി? പുരുഷനിലൊക്കെ ഹൈറാർക്കിക്കലായിട്ടുള്ള വാല്യൂസേ ഫങ്ഷൻ ചെയ്യും. അതുകൊണ്ട് ഈ അച്ഛന്മാർക്ക് മക്കളിൽ കാര്യമായിട്ടുള്ള ബന്ധമൊന്നും നാച്ചുറലായിട്ടില്ല, ഉണ്ടാക്കണ ബന്ധമാണ്. കാരണം ശരീരത്തിൻ്റെ ഭാഗമല്ല, അമ്മയുടെ ബോഡി തന്നെയാണ് മുമ്പിൽ കിടക്കുന്ന കുഞ്ഞ്. അതുകൊണ്ടാണ് ആ അറ്റാച്ച്മെൻറ്റ് നാച്ചുറലായിട്ട് വരുന്നതാണ്, ഉണ്ടാക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട ശരീരം ഒരു കുഞ്ഞിൽ ആണെന്ന് കുഞ്ഞിനും അമ്മയ്ക്കും ഫീൽ ചെയ്യുക ടീനേജിലേക്ക് കടക്കുമ്പോൾ മാത്രം. ഒരു ടീനേജ് വരെ കുട്ടിയുടെ ബോഡി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വീണ്ടും പറയാം, നമ്മളത് അറിയണം. ഒരു കുഞ്ഞിൻ്റെ ശരീരം അമ്മയുടെ ശരീരം തന്നെ. അതുകൊണ്ടാണ് അമ്മേനെ ചുറ്റിപ്പറ്റി അച്ഛനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കണ കുട്ടികൾ. ടീനേജിലേക്ക് കടക്കുമ്പോൾ ബോഡിയിൽ നിന്ന് വേർപ്പെടുകയാണ്. ഉടനെ അച്ഛനമ്മമാർക്ക് തോന്നുകയാണ്, എന്ത് ചെയ്യാൻ, എങ്ങനെ നോക്കിയത് അപ്പോൾ ഒരു സ്നേഹമല്ല. ടീനേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കും കുട്ടി. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ടീനേജ് കഴിഞ്ഞാൽ അവരവരുടെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കും മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് കുഞ്ഞുങ്ങളുടെ DNA, അവരുടെ ശരീരം അച്ഛനമ്മമാരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. നമ്മൾ സ്നേഹത്തെ ഇതൊന്നായിട്ട് കൂട്ടിക്കുഴക്കരുത്. അവിടെ അവർക്ക് നമ്മൾ വിചാരിക്കും എങ്ങനെ വളർത്തിയത്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോൾക്ക് അമേരിക്ക പോയി പഠിക്കാൻ പറ്റുന്നു. എന്നോട് പല അച്ഛനമ്മമാരും പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക പോയിട്ട് ഒരു പ്രശ്നമില്ല. എന്നിട്ട് പറയണം എന്തോ ഒരു പ്രശ്നമില്ല അവൾക്ക്, പിന്നെ കരച്ചിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവണോ? അല്ല, എന്നാലും നമ്മളൊക്കെ വിട്ടുപോയൊരു വിഷമം വേണ്ടേ. 3 ദിവസം കരച്ചിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വളരെ കൂളാണ്. നീ വരുന്നില്ല മോളെ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ ഭയങ്കര ചിലവല്ലേ, 2 വർഷത്തിലൊരിക്കലൊക്കെ വരും, അതാ നല്ലത്. അപ്പം നിനക്ക് എന്നെ മിസ്സൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങനെ വരാൻ പറ്റുമോ? അമ്മയ്ക്ക് ആകെ സങ്കടം. നമ്മളെങ്ങനെ വളർത്തിയതാണ്, ഞാൻ എത്ര ഉറങ്ങാതിരുന്നിട്ടുണ്ട്, പിന്നെ അങ്ങ് തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. കുട്ടികളെ നമ്മൾ ഇനിയുള്ള മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ 60 കഴിഞ്ഞവർ കുറവായതുകൊണ്ട് പറയുകയാണ്.
ഒരു 60 വയസ്സാകുമ്പോഴേക്കും ഒരു 5-10 കൂട്ടുകാരെ കണ്ടെത്തുക, എന്നിട്ട് നല്ല സ്പേസ് കണ്ടെത്തുക, അവർ കൂടി ഒന്നിച്ച് ജീവിക്കുക. മക്കൾ അവരുടെ ലോകത്തിലായിരിക്കും. ദയവേത് അവരെ ഉപദ്രവിക്കരുത്. അങ്ങനെ അവരെ ഉപദ്രവിക്കാതിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കരുത്. നല്ല വിദ്യാഭ്യാസം കൊടുക്കരുത്. വെറുതെ സ്കൂളിൽ വിട്ടാൽ മതി. അപ്പോൾ പിന്നെ അവർ ചുറ്റിപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും. ഒറ്റ ആൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവർ ലോകത്തിലാണ് ജീവിക്കുന്നത്, കേരളത്തിലല്ല. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ സുഹൃത്തുണ്ട്, പഴയ എൻ്റെ ഫ്രണ്ടാണ്. അവൻ തെങ്ങ് കയറുന്ന ആളാണ്. അവൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചാൽ വീട്ടിൽ പോയി. ചെറിയൊരു വീട്. അവൻ്റെ മോള് 9ാം ക്ലാസ്സിൽ. ഞാൻ അവളോട് ചോദിച്ചു, എന്താ നിൻ്റെ ആഗ്രഹം? അവൾ പറഞ്ഞു, എനിക്ക് കൊറിയയിൽ പോകണം. അവൻ ഇങ്ങനെ നോക്കിയിരിക്കും. അവൻ ആദ്യമായിട്ടാണ് അവളോട് ഒരാൾ ചോദിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം. മറ്റതിങ്ങനെ അവൻ പ്രാരാബ്ധമാണ്. ഞാൻ അതുവരെ യൂറോപ്പിൽ പോകണം, അമേരിക്കയിൽ പോകണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കൊറിയ പക്ഷേ എന്താണ്? ഇല്ല, അവിടുത്തെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. അവൾ കുറച്ച് പാടും. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കൊറിയൻ മ്യൂസിക്കൊക്കെ പഠിച്ച് ആ ബാൻഡിൽ ചേരണം. അപ്പോൾ ഇവൻ കൊറിയേ, ഇത് നീ എന്നോട് പറഞ്ഞിട്ടില്ല. അച്ഛൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ ഇല്ല ജീവിതത്തിൽ. പാലുവായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ തെങ്ങ് കയറി കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്ന ഒരു ആളുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ സ്വപ്നം കൊറിയയിൽ പോയി ജോലി ചെയ്ത്, എന്ത് ജോലി ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ചോദിച്ചാൽ എന്ത് ജോലി? അത് കുഴപ്പമില്ല. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പാത്രം കഴുകാനൊക്കെ ജോലി കിട്ടും. നമ്മളുടെ ദുരഭിമാനപ്പെടുത്ത കുട്ടികൾക്കില്ല. അവർക്ക് ലൈഫ് പീസ്ഫുള്ളായിട്ട് ജീവിക്കണമെന്നേ ഉള്ളൂ. നമ്മളുടെ തലമുറയ്ക്ക് അങ്ങനെയല്ല. ചത്താലും കുഴപ്പമില്ല, അഭിമാനം വിട്ട് ജീവിക്കരുതെന്ന്. എന്തൊരു ബോറ് മനുഷ്യരായിരുന്നു എന്ന് പറയുമോ നമ്മളൊക്കെ. നമ്മുടെ ചരിത്രം ബോറ് മനുഷ്യരുടെ ചരിത്രമാണ് മനുഷ്യൻ്റെ ചരിത്രം. അതിൽ അവിടെ ഇവിടെയൊക്കെ വല്ലപ്പോഴും വെട്ടിത്തിളങ്ങിയ ചില നക്ഷത്രങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ബുദ്ധനെ യേശുവിനൊക്കെ നമ്മളിങ്ങനെ ആരാധിക്കുന്നത്. ഇന്ന് ഒരുപാട് ബുദ്ധന്മാരാണ്. അതുകൊണ്ടാണ് പുതിയ ബുദ്ധന്മാരെ ആരാധിക്കാൻ നമുക്ക് ആളെ കിട്ടുന്നില്ല, ഇഷ്ടം പോലെ. പണ്ട് ഗുരു നിത്യയോട് ചോദിച്ചതാണ്, എന്താണ് പുതിയ കാലത്ത് ബുദ്ധന്മാരുണ്ടാവത്ത്? അപ്പോൾ ഗുരു പറഞ്ഞു, പണ്ട് ആകെ ഒരു ബുദ്ധനേ ഉള്ളൂ, ഇപ്പോൾ ചുറ്റും ബുദ്ധന്മാരാണ്. അതുകൊണ്ടാണ്. ആ ബുദ്ധന്മാരില്ലാഞ്ഞിട്ടല്ല. ബോഡി ലാംഗ്വേജിലേക്ക് നോക്കൂ പുതിയ കുട്ടികളുടെ. എന്തൊരയവാണ് അവർക്ക്. കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവർ മനുഷ്യനാണല്ലോ, മനുഷ്യജീവിയിലുള്ള എല്ലാ സങ്കീർണതകളും അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ ആളുകൾ ഇനി ഭയഭക്തി ബഹുമാനം എന്നൊക്കെ പറയുന്ന ആ ഒരു വളരെ മോശമായ വാക്കുകൾ, ഭയത്തിൽ നിന്ന് നമ്മളെ ഭയക്കണം. നമ്മൾ മുതിർന്നവരെ പ്രായം കുറഞ്ഞവർ ഭയക്കുകയും ആ ഭയത്തിൽ നിന്നുണ്ടാവുന്ന ഭക്തിയും ബഹുമാനവും റെസ്പെക്റ്റും തന്നുകൊണ്ടേ ഇരിക്കണമെന്ന് പറയുന്ന നമ്മുടെ മൂല്യബോധത്തെ പൊളിച്ച് കളഞ്ഞ് നല്ല പണിയാണ്. അവരായിരിക്കാനുള്ള റൈറ്റ് കൊടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾ നമ്മുടെ മക്കളല്ല എന്ന് പണ്ട് ജിബ്രാൻ എഴുതി വെച്ച കവിതയായിരുന്നു അത്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളല്ല, നിങ്ങളിൽ നിന്നാണ് വന്നതെങ്കിലും നിങ്ങളുടേതല്ല. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അവർക്ക് നൽകാം, നിങ്ങളുടെ സ്വപ്നം കൊടുക്കണ്ട. അവരവരുടെ ചിറകിൽ അവർ പറന്നു പൊക്കോട്ടെ. അവർ പറന്നു പോയിരിക്കും. പണ്ട് നമുക്കൊരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നിയിരുന്നത് നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് നിവൃത്തിയുള്ളിടത്തൊന്നും നമ്മൾ അറ്റാച്ച്ഡ് അല്ല. നമ്മൾ നോക്കിയാലറിയാം. നമ്മൾ നിവൃത്തിയുള്ളിടത്തൊക്കെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഭാവിയിൽ കൂടുതലും ഡിറ്റാച്ച്ഡ് ആവും. ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നിടത്താണ് നല്ല സ്നേഹം ഉണ്ടാവുള്ളൂ. അത് നിവൃത്തികേട് കൊണ്ടുള്ള സ്നേഹമല്ല. 2 തരം സ്നേഹമുണ്ട് നമുക്ക്. നിവൃത്തികേട് കൊണ്ടുള്ള സ്നേഹം, അതാണ് നമ്മുടെ സ്നേഹം കൂടുതലും. കുട്ടികൾ നിവൃത്തി കിട്ടിയതിന് ശേഷം വരുന്ന സ്നേഹമുണ്ട്. അത് കുറച്ചുണ്ടാവും, പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും, അത് ഫ്രൂട്ട്ഫുള്ളായിരിക്കും.